മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള PSC നടത്തുന്ന സോയിൽ കൺസർവേഷൻ ഓഫീസർ എന്ന തസ്തികയിലേക്കുള്ള പരീക്ഷയുടെ സിലബസ് പ്രകാരമുള്ള ആദ്യത്തെ ഒരു 2 മൊഡ്യൂളിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഇൻസെക്ട് ഡോമിനൻസ്. അധികം ക്വസ്റ്റ്യൻസ് ഒന്നും കണ്ടിട്ടില്ലെങ്കിലും ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ള ഒരു മൊഡ്യൂളാണിത്. കാരണം എല്ലാ എക്സാംസിനും ഈ ഒരു ടോപ്പിക് സിലബസിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ എന്താണ് ഇൻസെക്ട് ഡോമിനൻസ്? ഇൻസെക്ട് ഡോമിനൻസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഓക്കെ, ഇൻസെക്ട്സ് ഡോമിനേറ്റ് ചെയ്യുകയാണ്. എവിടെ ഡോമിനേറ്റ് ചെയ്യാണ്? എർത്തിൽ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇൻസെക്ട്സ് ഡോമിനേറ്റ് ചെയ്യാണ്. നമ്മളിപ്പോൾ എവിടെ പോയാലും, ഏതൊരു ഭൂപ്രകൃതിയിൽ പോയാലും, സഹാറ മരുഭൂമി തൊട്ട് അന്റാർട്ടിക്ക വരെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഇൻസെക്ട്സിനെ കാണാം. ഇറസ്പെക്റ്റീവ് ഓഫ് അവിടുത്തെ എന്തൊക്കെയാണ് അവിടുത്തെ സിറ്റുവേഷൻസ്, എത്ര ഹൈ ടെമ്പറേച്ചർ ആണെങ്കിലും എത്ര ലോ ടെമ്പറേച്ചർ ആണെങ്കിലും നമുക്ക് ഇൻസെക്ട്സിനെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഒരു 350 മില്യൺ വർഷങ്ങളായിട്ട് ഇൻസെക്ട്സ് ഈ ഭൂമിയിലുണ്ട് എന്നാണ് സയന്റിസ്റ്റുമാർ പറയുന്നത്. അപ്പോൾ ഇതെല്ലാം സൂചിപ്പിക്കുന്ന എന്താണ്? ഇൻസെക്ട്സ് ഡോമിനേറ്റ് ചെയ്യുക തന്നെയാണെന്നാണ്. അപ്പൊ നമുക്ക് അറിയാവുന്ന അല്ലെങ്കിൽ നമ്മൾ ഡോക്യുമെന്റ് ചെയ്തിട്ടുള്ള ആനിമൽ സ്പീഷീസിൽ 70 തൊട്ട് 80% വരെയുള്ള ആനിമൽ സ്പീഷീസും ഇൻസെക്ട്സ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഡോമിനൻസിന് കാരണമാകുന്ന ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് മാത്രമാണ് നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ നോക്കാനുള്ളത്. വളരെ സിമ്പിളും ബേസിക്കും ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് പെട്ടെന്ന് നോക്കി പോവാം. ഇതെന്ന് തന്നെ ക്വസ്റ്റ്യൻ വരുള്ളൂ, ഇതിൽ തന്നെ ആൻസറും ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് കാര്യം, ഫ്ലൈറ്റ് എബിലിറ്റി. അറിയാലോ, ഫ്ലൈറ്റ് എബിലിറ്റി കാരണം എന്തൊക്കെ ബെനിഫിറ്റ് ആണ് ഇൻസെക്ട്സിന് ഉണ്ടാകുന്നത്? ഡിസ്പേഴ്സ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു അൺഫേവറബിൾ കണ്ടീഷനിൽ നിന്ന് ഒരു ഫേവറബിൾ കണ്ടീഷനിലേക്കുള്ള മൈഗ്രേഷൻ, അല്ലെങ്കിൽ ഒരു മാസ് മൂവ്മെന്റിന് വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദുർഘട സാഹചര്യത്തിൽ നിന്നുള്ള എസ്കേപ്പ്, എന്തെങ്കിലും ഒരു എനിമി അറ്റാക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നാച്ചുറൽ കലാമിറ്റി ഒക്കെ വരുമ്പോൾ ആ ഒരു സ്പെസിഫിക് സ്ഥലത്ത് നിന്ന് എസ്കേപ്പ് ചെയ്യാനൊക്കെ ഫ്ലൈറ്റ് ഇൻസെക്ട്സിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം, സ്മോൾ ബോഡി സൈസ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഇൻസെക്ട്സിന്റെ ബോഡി സൈസ് വളരെ ചെറുതാണ്. ഈ ബോഡി സൈസ് വളരെ ചെറുതായത് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും കുറച്ച് എനർജി മതി ഇതിന്റെ മെറ്റബോളിസത്തിനും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്. പിന്നെ പുതിയ നിഷ് എന്താണെന്ന് അറിയാലോ, നിഷ് എക്സ്പ്ലോർ ചെയ്യാനും എക്സ്പ്ലോയിറ്റ് ചെയ്യാനും ഇൻസെക്ട്സിനെ സഹായിക്കുന്ന ഒരു ഘടകം കൂടിയാണ് ഈ ഒരു ചെറിയ ബോഡി സൈസ് എന്ന് പറയുന്നത്. എത്രത്തോളം ബോഡി സൈസ് ചെറുതാണോ അത്രയും ബെനിഫിറ്റ് ആണ്. ഇനി എക്സോസ്കെലറ്റൻ. ഇൻസെക്ടിന്റെ എക്സോസ്കെലറ്റൻ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു എക്സോസ്കെലറ്റൻ ആണ്. പല പല ലെയേഴ്സ് ഉണ്ട്. പല ലെയേഴ്സും പല മോളിക്യൂൾസും കൊണ്ടായിരിക്കും ഫോം ചെയ്തിട്ടുണ്ടാവുക. അതിനെല്ലാം അതിൻ്റെതായ ഫങ്ഷൻസ് ഉണ്ടാകും. ഇത് അനാറ്റമിയിലോ മോർഫോളജിയിലോ പഠിച്ചിട്ടുള്ള കാര്യമായിരിക്കും. അപ്പൊ ഈ ഒരു എക്സോസ്കെലറ്റൻ കൊണ്ട് എന്താണ് ഗുണം? പ്രൊട്ടക്ഷൻ. ഇപ്പോൾ ഒരു ഹാർഡൻഡ് ആയിട്ടുള്ള ഒരു ക്യൂട്ടിക്കിൾ, അല്ലെങ്കിൽ ഹാർഡൻഡ് ആയിട്ടുള്ള ഫോർ വിങ്സ് ഒക്കെയുള്ള ഇൻസെക്ട്സ്, നമ്മുടെ കോളിയോപ്റ്ററയിൽ വരുന്ന ബീറ്റിൽസ് പോലുള്ള ഇൻസെക്ട്സിനെ നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും ഒരു എനിമി അറ്റാക്ക് കാരണം ഇതിനൊരു ഇഞ്ചുറി ഉണ്ടാകുന്നില്ല. കാരണം ഇതിന്റെ ആ ഒരു തോട് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഇതിന്റെ ബോഡി ക്യാവിറ്റീനെ സംരക്ഷിക്കുന്ന ആ ഒരു ക്യൂട്ടിക്കിൾ ഭയങ്കര സ്ട്രോങ് ആണ്. അപ്പൊ ഒരു ഇഞ്ചുറി ഒന്നും പെട്ടെന്ന് അകത്തേക്ക് ചെല്ലില്ല. ഇനി രണ്ടാമത്തെ കാര്യം, പാരസറ്റോയിഡ്സ് പോലുള്ള ജീവികൾ ഇതിന്റെ പുറത്ത് എഗ് ലേയിങ് ചെയ്യുമ്പോൾ ഈ ഒരു എഗ് ഇതിന്റെ ഒറിജിനൽ ബോഡിയിലേക്ക് പെനട്രേറ്റ് ചെയ്യില്ല. കാരണം ഇത് അത്രയും ഹാർഡ് ആയിട്ടുള്ള ക്യൂട്ടിക്കിൾ ആയിരിക്കും അതിനുള്ളത്. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, വാട്ടർ കൺസർവേഷൻ. പല ഇൻസെക്ട്സിന്റെയും ബോഡിയിൽ എക്സോക്യൂട്ടിക്കലിൽ ബാക്സ് ലെയർ എന്നുള്ള ഒരു ലെയർ ഉണ്ടാവാറുണ്ട്. അപ്പൊ ആ ഒരു ലെയർ സഹായിക്കുന്നത് ബോഡിയിൽ നിന്ന് പുറത്തേക്കുള്ള വെള്ളം നഷ്ടപ്പെടാതിരിക്കാനാണ് ആ ഒരു ലെയർ സഹായിക്കുന്നത്. ഇനി മസിൽ അറ്റാച്ച്മെന്റ്. അത് എക്സോസ്കെലറ്റന്റെ മെയിൻ ആയിട്ടുള്ള പർപ്പസ് അത് തന്നെയാണ്, മസിൽ അറ്റാച്ച്മെന്റ്. ഇനി ട്രക്കിയൽ റെസ്പിറേഷൻ. നമുക്ക് അറിയാവുന്ന ടൈപ്സ് ഓഫ് റെസ്പിറേഷനിൽ നല്ലോണം ബെനിഫിഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് റെസ്പിറേഷൻ ആണ് ട്രക്കിയൽ റെസ്പിറേഷൻ. എന്തുകൊണ്ട് എഫിഷ്യന്റ് ആയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓക്സിജൻ ഡയറക്റ്റ് ആയിട്ട് ടിഷ്യൂസിലേക്കാണ് സപ്ലൈ ചെയ്യുന്നത്. അല്ലാണ്ട് മനുഷ്യരെ പോലെ ബ്ലഡ് ത്രൂ അല്ലെങ്കിൽ ഏതെങ്കിലും മോളിക്യൂൾസ് ത്രൂ അല്ല ടിഷ്യൂസിലേക്ക് ഓക്സിജൻ എത്തുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റെസ്പിറേഷൻ ആണ് ഇവർക്കുള്ളത്. ഈ ഹൈ റീപ്രൊഡക്റ്റീവ് പൊട്ടൻഷ്യൽ. റീപ്രൊഡക്റ്റീവ് പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ 2 കാര്യങ്ങളാണ് നമ്മൾ അവിടെ നോക്കേണ്ടത്.
ഒന്ന് ഇതിന്റെ ലൈഫ് സൈക്കിൾ ഷോർട്ടാണ്. അതായത് നമുക്കറിയാം പല ഇൻസെക്ട്സിന്റെയും വളരെ ഷോർട്ട് ലൈഫ് സൈക്കിളാണ്. മണിക്കൂറുകൾ തൊട്ട് ദിവസങ്ങൾ വരെ ഒക്കെ അത്രയും ചെറിയ ലൈഫ് സൈക്കിളാണ് മിക്ക ഇൻസെക്ട്സിനും ഉണ്ടാവുന്നത്. എന്ന് വെച്ച് അത്രയും ഉണ്ടാവുള്ളൂ എന്നല്ല. 1 വർഷം വരെ ലൈഫ് സൈക്കിളുള്ള ഇൻസെക്ട്സ് ഉണ്ട്. വൈറ്റ് ഗ്രബ് പോലെയുള്ള ഇൻസെക്ട്സ് ഒക്കെ 1 വർഷം വരെയൊക്കെ ലൈഫ് സൈക്കിൾ ഉണ്ട്. പക്ഷെ മിക്ക ഇൻസെക്ട്സിന്റെയും ലൈഫ് സൈക്കിൾ വളരെ ഷോർട്ടാണ്. അപ്പോ ആ ഒരു ഷോർട്ട് ലൈഫ് സൈക്കിള് ഒരു കാര്യമാണ്. ഇനി രണ്ടാമത്തെ ഹൈ ഫെക്കൻഡിറ്റി. ഫെക്കൻഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലേയിങ്ങില് അല്ലെങ്കിൽ ഒരു എഗ് ലേയിങ് ടൈമിൽ എത്ര എഗ്സ് ലേ ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്പർ ഓഫ് എഗ്സ് ലേഡ് പെർ ലേയിങ്. അപ്പോൾ അത് ഹൈ ആണെന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് എഗ്സ് കൂടുതലായിരിക്കും. നമ്പർ ഓഫ് എഗ്സ് കൂടുതലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസും കൂടില്ലേ. അപ്പോൾ ഒരു ലേയിങ്ങിൽ തന്നെ ഒരുപാട് ഇൻഡിവിജ്വൽസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഹൈ റീപ്രൊഡക്റ്റീവ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി കംപ്ലീറ്റ് മെറ്റമോർഫോസിസ്. അപ്പോൾ എന്താ മെറ്റമോർഫോസിസ് എന്ന് പറയുമ്പോൾ എന്താ കംപ്ലീറ്റ് മെറ്റമോർഫോസിസ് എന്ന് പറയുമ്പോൾ ഒരു 4 സ്റ്റേജസ് ഉണ്ടാകും ഇതിന്റെ ലൈഫ് സൈക്കിളിൽ. എഗ്, ലാർവേ, പ്യൂപ്പേ ആൻഡ് അഡൽട്ട്ന്ന് സ്റ്റേജസ് ഉണ്ടാകും. ഈ പല സ്റ്റേജസും പല ഹാബിറ്റാറ്റ്സിൽ അല്ലെങ്കിൽ പല എൻവയോൺമെന്റിലായിരിക്കും ജീവിക്കുന്നത്. ഇതിന്റെ ഈ ഒരു ഡിഫറൻസ് ഉള്ളത് കാരണം ഇപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതിന്റെ യങ് വൺസ് അല്ലെങ്കിൽ ലാർവേ അക്വാട്ടിക്കും അഡൽട്സ് എന്താണ് ടെറസ്ട്രിയലും ആണ്. അപ്പൊ ഇതിന്റെ ഹാബിറ്റാറ്റ് വ്യത്യാസം ഉള്ളത് കാരണം ഈ ഒരു ലാർവയും അഡൽട്ടും തമ്മിൽ എന്താണ് ഫുഡിനോ അല്ലെങ്കിൽ ഹാബിറ്റാറ്റിനോ വേണ്ടിയിട്ടുള്ള കോമ്പറ്റീഷൻ ഇല്ലാതാകും അല്ലെങ്കിൽ കുറയും. ഇനി എന്താണ് ഇതൊക്കെയാണ് കംപ്ലീറ്റ് മെറ്റമോർഫോസിസ് കൊണ്ടുള്ള ഒരു ബെനിഫിറ്റ്. ഇനി ഫിസിയോളജിക്കൽ അഡാപ്റ്റേഷൻസ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു എല്ലാ ഭൂപ്രകൃതിയിലും ഇൻസെക്ട്സിനെ കാണാറുണ്ട് എന്ന്. അപ്പൊ അതിൻ്റെതായ ഓരോ ഭൂപ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാൻ അല്ലെങ്കിൽ അതിനോട് അഡാപ്റ്റ് ചെയ്യാൻ ഇൻസെക്ട്സിന് തന്നെ കുറെ അഡാപ്റ്റേഷൻസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു എക്സോസ്കെൽറ്റൻ കാരണം വാട്ടർ കൺസർവ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇനി വേസ്റ്റ് എക്സ്ക്രീഷൻ, ഇത് ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ടെറസ്ട്രിയൽ ഇൻസെക്ട്സിന്റെ എക്സ്ക്രീഷൻ പ്രോഡക്റ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇത് എക്സ്ക്രീറ്റ് ചെയ്യുന്ന യൂറിക് ആസിഡ് ആണ്. ഇവരെ യൂറിക്കോട്ടലിക് ഇൻസെക്ട്സ് എന്ന് വിളിക്കും. യൂറിക് ആസിഡ് എക്സ്ക്രീറ്റ് ചെയ്യുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണ് ഇൻസെക്ട്സിന്? ഇതിന് വളരെ കുറച്ച് വെള്ളം മതി ആ ഒരു എക്സ്ക്രീഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ എക്സ്ക്രീറ്റ് ചെയ്യാൻ കുറച്ച് വെള്ളം മാത്രം മതി. കാരണം ടെറസ്ട്രിയൽ ഇൻസെക്ട്സിന് വെള്ളം കൺസർവ് ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നേരെ മറിച്ച് അക്വാട്ടിക് ഇൻസെക്ട്സ് ആണെങ്കിൽ അവരുടെ എക്സ്ക്രീഷൻ പ്രോഡക്റ്റ് അമോണിയയാണ്. അമോണോടെലിക് എന്ന് വിളിക്കും. അപ്പോൾ അമോണിയ ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണ്. അത് എക്സ്ക്രീറ്റ് ചെയ്യാൻ ഒരുപാട് വെള്ളവും വേണം. അപ്പോൾ അക്വാട്ടിക് ഇൻസെക്ട്സ് അമോണോടെലിക്കും ടെറസ്ട്രിയൽ ഇൻസെക്ട്സ് യൂറിക്കോടെലിക്കും ആണ്. ഇനി ബിഹേവിയറൽ ആൻഡ് കെമിക്കൽ ഡിഫറൻസ്. ഇത് ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തതിന് ശേഷം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇൻസെക്ട് ഡോമിനൻസ്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എവല്യൂഷണറി സക്സസ് സ്പാൻ, അതായത് എത്ര വർഷമായിട്ട് ഇവരെ എവല്യൂഷനെ എന്താ ചെറുത്ത് നിൽക്കുന്നു അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ആയി പോയിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാലയളവാണ് ഈ ഒരു എവല്യൂഷണറി സക്സസ് സ്പാൻ എന്ന് പറയുന്നത്. അപ്പോൾ 350 മില്യൺ ഇയേഴ്സ് അതോ അതിൽ കൂടുതലോ. ചില ക്വസ്റ്റ്യൻസിൽ 350 to 400 മില്യൺ ഇയേഴ്സ് എന്നൊക്കെ വരാം. അപ്പോൾ 350 വരുന്ന ഏതെങ്കിലും 350 അല്ലെങ്കിൽ 300 to 400 എന്നൊക്കെ ക്വസ്റ്റ്യൻ വരുമ്പോൾ അത് തന്നെയായിരിക്കും ആൻസർ. ഇതാണ് ഇവല്യൂഷണറി സക്സസ് സ്പാൻ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻസെക്ട്സ് റെപ്രസെന്റ് ദ ലാർജസ്റ്റ് പ്രൊപ്പോർഷൻ ഓഫ് നോൺ ആനിമൽ സ്പീഷീസ് മെയിൻലി ബിക്കോസ് ഓഫ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു 70 തൊട്ട് 80% വരെയുള്ള ആനിമൽ സ്പീഷീസ് ഇൻസെക്ട്സ് ആണ്. അത് എന്തുകൊണ്ടായി എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ എൻഡോതെർമി. എൻഡോതെർമി എന്ന് പറയുമ്പോൾ ചുറ്റുമുള്ള എൻവയോൺമെന്റ് മായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയുടെ ടെമ്പറേച്ചർ നമ്മൾ സ്റ്റേബിൾ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഒരു ഇന്റേണൽ മെക്കാനിസം കൊണ്ട് നമ്മൾ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നു. പുറത്ത് എന്ത് ടെമ്പറേച്ചർ ആയാലും അത് ബോഡി ടെമ്പറേച്ചറിനെ ബാധിക്കുന്നില്ല. അതുപോലുള്ള ആനിമൽസിനെ വാം ബ്ലഡഡ് ആനിമൽസ് എന്ന് വിളിക്കും. നമ്മളൊക്കെ വാം ബ്ലഡഡ് ആണ്. പക്ഷെ ഇൻസെക്ട്സ് എക്ടോതേംസ് ആണ്. എക്ടോതേംസ് എന്ന് പറഞ്ഞാൽ പുറത്തുള്ള എൻവയോൺമെന്റിലെ ടെമ്പറേച്ചറുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ആണ്
ഇവരുടെ ബോഡി ടെമ്പറേച്ചർ ഉണ്ടാവുക. അപ്പോൾ എന്താ ടെമ്പറേച്ചർ കൂടുകയാണെങ്കിൽ അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇവർ ചെയ്യും, ടെമ്പറേച്ചർ കുറയുകയാണെങ്കിൽ അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്യും. അപ്പോൾ ഇൻസെക്ട്സ് എക്ടോതേംസ് ആണ്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ തെറ്റാണ്. ഇനി വിവി പാരിറ്റി എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ലേയിങ് ഓഫ് യങ് വൺസ് ആണ്. അതായത് എന്താണ് എഗ് ഒന്നും ലേ ചെയ്യുന്നില്ല, ഡയറക്റ്റ് ഇപ്പോൾ ഇൻസെക്ട്സിനെ നോക്കുകയാണെങ്കിൽ ഡയറക്റ്റ് ലാർവ ആയിരിക്കും ലേ ചെയ്യുക. അപ്പോൾ വിവി പാരിറ്റി ഈ ഒരു എന്താണ് ഡോമിനൻസിന് കാരണമാകുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ അല്ല. കാരണം എന്താന്ന് വെച്ചാൽ വിവി പാരസ് ആയിട്ടുള്ള ഒരുപാട് സ്പീഷീസ് എക്സ്റ്റെൻഡ് ആയി പോയിട്ടുണ്ട്. ഇനി അപ്പോൾ ആ ഒരു ഓപ്ഷനും അല്ല. ഇനി തേർഡ് ഓപ്ഷൻ കോമ്പിനേഷൻ ഓഫ് ഫ്ലൈറ്റ്, സ്മോൾ സൈസ് ആൻഡ് ഹൈ ഫെക്കൻഡിറ്റി. ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ്, ഇത് തന്നെയാണ് ആൻസർ. ഇനി ഓപ്ഷൻ ഡി എന്താണെന്ന് കൂടി നോക്കാം. ക്ലോസ് സർക്കുലേറ്ററി സിസ്റ്റം. ഇൻസെക്ട്സിനുള്ളത് ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം ആണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ ട്രക്കിയൽ റെസ്പിറേറ്ററി സിസ്റ്റം ഇസ് എഫിഷ്യൻറ്റ് ബിക്കോസ് ഇറ്റ് യൂസസ് ബ്ലഡ് ടു ട്രാൻസ്പോർട്ട് ഓക്സിജൻ. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളെ പോലെ ബ്ലഡ് വഴിയല്ല ഇൻസെക്ട്സിൽ ഓക്സിജൻ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്, അപ്പോൾ അത് തെറ്റാണ്. രണ്ടാമത്തത് സപ്ലൈസ് ഓക്സിജൻ ഡയറക്ട്ലി ടു ടിഷ്യൂസ്. ഇത് തന്നെയാണ് കറക്റ്റ് ആൻസർ. അതുകൊണ്ടാണ് ഈ ഒരു ട്രക്കിയൽ റെസ്പിറേറ്ററി സിസ്റ്റം എഫിഷ്യൻ്റ് ആവാൻ കാരണം എന്താണ് നമ്മുടെ ടിഷ്യൂസിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഓക്സിജൻ ട്രാൻസ്പോർട്ട് ചെയ്യുകയാണ് അല്ലെങ്കിൽ സപ്ലൈ ചെയ്യാണ്. വർക്ക്സ് ഓൺലി ഇൻ അക്വാട്ടിക് ഇൻസെക്ട്സ്. അക്വാട്ടിക് ഇൻസെക്ട്സിന് മാത്രമാണോ ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നത്? അപ്പോൾ അത് തെറ്റാണ്. ഡിപ്പെൻസ് ഓൺ ലങ്സ്. ഇൻസെക്ട്സിന് ലങ്സ് ഒന്നുമില്ല, ട്രക്കിയൽ സിസ്റ്റം ആണ്. അപ്പോൾ ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. വിച്ച് is not a function of the insect exoskeleton. എക്സോസ്കെൽറ്റന്റെ ഫങ്ഷൻസ് നമ്മളിപ്പോൾ പറഞ്ഞു. പ്രൊട്ടക്ഷൻ അതെ, പ്രിവെൻഷൻ ഓഫ് വാട്ടർ ലോസ് അതെ ഉറപ്പായിട്ടും, മസിൽ അറ്റാച്ച്മെന്റ് അത് തന്നെയാണ് ബേസിക് ഫങ്ഷൻ. ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുമോ? എല്ലാ ഇൻസെക്ട്സിലും നടക്കില്ല, പക്ഷെ ചില ഇൻസെക്ട്സിന്റെ അക്വാട്ടിക് ഇൻസെക്ട്സിന്റെ യങ് വൺസ് അല്ലെങ്കിൽ ലാർവ, നയാഡ്, നിംഫ് എന്നൊക്കെ പറയുന്ന സ്റ്റേജസ് ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ നടത്താറുണ്ട്. അപ്പൊ എല്ലാ ഇൻസെക്ട്സും ചെയ്യുമെന്ന് ചോദിച്ചാൽ ഇല്ല, എന്നാൽ ആരും ചെയ്യില്ലെന്ന് ചോദിച്ചാൽ അങ്ങനെയും അല്ല. അപ്പൊ ഇൻസെക്ട് എക്സോസ്കെൽറ്റന്റെ ഒരു ഫംഗ്ഷൻ ആയിട്ട് തന്നെ നമുക്ക് ഗ്യാസ് എക്സ്ചേഞ്ച് പറയാം. അപ്പോ ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഇ ആണ്, നൺ ഓഫ് ദീസ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. കംപ്ലീറ്റ് മെറ്റമോർഫോസിസ് കോൺട്രിബ്യൂട്ട്സ് ടു ഇൻസെക്ട് സക്സസ് ബൈ. ഫസ്റ്റ് ഓപ്ഷൻ എലിമിനേറ്റിംഗ് പ്രെഡേറ്റേഴ്സ്. ഇപ്പോൾ പ്രെഡേറ്റേഴ്സ് എന്ന് പറയുക ഈ ഒരു കംപ്ലീറ്റ് മെറ്റമോർഫോസിസ് എന്ന് പറയുമ്പോൾ 4 സ്റ്റേജസ് വരും. ഈ 4 സ്റ്റേജിനും അതിൻ്റെതായ പ്രെഡേറ്റേഴ്സ് ഉണ്ടാകാറുണ്ട്. അപ്പോൾ ആ ഒരു ഓപ്ഷൻ അല്ല. റെഡ്യൂസിങ് കോമ്പറ്റീഷൻ ബിറ്റ്വീൻ ലൈഫ് സ്റ്റേജസ് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്, ഇത് തന്നെയാണ് ആൻസർ. ഇൻക്രീസിങ് ബോഡി സൈസ്. ഇപ്പം ബോഡി സൈസ് എന്തായാലും ഒരു കംപ്ലീറ്റ് മെറ്റമോർഫോസിസ് കഴിയുമ്പോൾ ബോഡി സൈസ് എന്തായാലും ഇൻക്രീസ് ചെയ്യും, പക്ഷേ കുറയുന്ന ജീവികളും ഉണ്ട്. എത്രത്തോളം ബോഡി സൈസ് കുറഞ്ഞിരിക്കുന്നോ അത്രയും ബെനിഫിറ്റ് ആണ്. ഇനി പ്രിവെന്റിങ് മ്യൂട്ടേഷൻ പ്രിവെന്റ് ചെയ്യുന്നത് എന്താണ്? കംപ്ലീറ്റ് മെറ്റമോർഫോസിസ് കാരണം മ്യൂട്ടേഷൻ പ്രിവെന്റ് ഒന്നും ചെയ്യുന്നില്ല, പല ഇൻസെക്ട്സും മ്യൂട്ടേറ്റഡ് ആവാറുണ്ട്. അപ്പൊ ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. Which is a behavioral defense in insects? Poison glands. Poison glands ഒരു ബിഹേവിയറൽ ഡിഫൻസ് അല്ല, ഇതൊരു കെമിക്കൽ ഡിഫൻസ് ആണ്. നമുക്ക് വഴിയെ ഡിസ്കസ് ചെയ്യാം. മിമിക്രി ഒരു കളറേഷണൽ ഡിഫൻസ് ആണ്. തെനറ്റോസിസ് ഡെത്ത് ഫെയിനിങ് അല്ലെങ്കിൽ ഫെയിൻ ഡെത്ത്, അതായത് ചത്ത പോലെ അഭിനയിക്കുക, ചത്ത പോലെ അങ്ങ് കിടക്കും, തൊട്ട് നോക്കിയാലൊന്നും ഒരു അനക്കം ഉണ്ടാവില്ല. അപ്പോൾ ഇതൊരു ബിഹേവിയറൽ ഡിഫൻസ് ആണ്. ഇനി ക്യൂട്ടിക്കുലർ ഹാർഡനിങ്, ഇതൊരു സ്ട്രക്ചറൽ ഡിഫൻസ് ആണ്. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് ഇൻസെക്ട്സിലുള്ള പൊതുവായി കണ്ടുവരുന്ന ഡിഫൻസ് മെക്കാനിസംസ്, ടൈപ്സ് ഓഫ് ഡിഫൻസ് എന്നും കൂടി നോക്കാം. ഫസ്റ്റ് ബിഹേവിയറൽ ഡിഫൻസ്. ജമ്പിങ്, റണ്ണിങ്, ഫ്ലൈങ് നമുക്കറിയാം അതെന്തൊക്കെയാണെന്ന്. റിഫ്ലെക്സ് ഡ്രോപ്പിംഗ്, പൊതുവെ കാറ്റർപില്ലേഴ്സിലാണ് ഇത് കാണുന്നത്. ഇതിരിക്കുന്ന സർഫസിൽ എന്തെങ്കിലും ചെറിയ ഡിസ്റ്റർബൻസ് വന്നു കഴിഞ്ഞാൽ ഇത് താഴേക്ക് ചാടിക്കളയും, അല്ലെങ്കിൽ ഒരു സിൽക്കൻ ത്രെഡ് വെച്ചിട്ട് ഇത് താഴേക്ക് ഇറങ്ങും. മിക്കവാറും ഫസ്റ്റ് ഇൻസ്റ്റാർ കാറ്റർപില്ലേഴ്സിലൊക്കെയാണ് ഇത് കാണുന്നത്. അപ്പൊ റിഫ്ലെക്സ് ഡ്രോപ്പിംഗ് അതാണ്. തെനറ്റോസിസ് ഞാനിപ്പോ പറഞ്ഞു, ഡെത്ത് ആയതുപോലെ അഭിനയിക്കുക ചെയ്യുക. ത്രെറ്റനിങ് പോസ്റ്റർ, അപ്പോൾ എനിമീസിനെ പേടിപ്പിക്കാൻ ഈ സ്റ്റാഗ് ബീറ്റിൽ പോലുള്ള ഇൻസെക്ട്സ് ഒരു പ്രത്യേകതരം പോസ്റ്റർ കാഴ്ചവെക്കുന്നുണ്ട്, അതാണ് ത്രെറ്റനിങ് പോസ്റ്റർ. ഇനി പ്രൊട്ടക്റ്റീവ് കൺസ്ട്രക്ഷൻസ്, ഇപ്പോൾ എന്താണ് എഗ്, ലാർവെ, പ്യൂപ്പെ, അഡൽട്ട്, ഇതിനൊക്കെ അതിൻ്റെതായ എന്താ ബോഡിയിൽ അതിൻ്റെതായ എന്താണ് അഡാപ്റ്റേഷൻസ് ഉണ്ടാകും. ഇപ്പം നോക്കുകയാണെങ്കിൽ എഗ് നോക്കുകയാണെങ്കിൽ തന്നെ അതിൻ്റെ കോറിയോൺ ലെയർ ഹാർഡൻഡ് ആയിരിക്കും. ചില ലാർവെ അതിൻ്റെ ചുറ്റും ഒരു കേസ് കൊണ്ട് നടക്കാറുണ്ട്. അപ്പോ എന്താണ് ഫ്രാസും
എക്സ്ക്രീറ്റീവ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു കേസ് കൊണ്ട് നടക്കാറുണ്ട്. പ്യൂപ്പ അറിയാലോ, പല പ്യൂപ്പയും ലാർവയും പ്യൂപ്പേറ്റ് ചെയ്യുന്നത് ഒരു സിൽക്കൺ കൊക്കൂണിന്റെ ഒക്കെ അകത്തായിരിക്കും. അതൊക്കെയാണ് പ്രൊട്ടക്റ്റീവ് കൺസ്ട്രക്ഷൻസ്. ഇനി സ്ട്രക്ചറൽ ഡിഫൻസ്, ഹാർഡ് ഇന്റഗ്മെന്റ് അല്ലെങ്കിൽ തിക് ക്യൂട്ടിക്കൽ. നമ്മളിപ്പോൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് കോളിയോപ്റ്റർ പോലുള്ള അല്ലെങ്കിൽ ബീറ്റിൽസ് പോലുള്ള ഇൻസെക്ട്സിന് ആ ഒരു ഹാർഡ് ആൻഡ് ക്യൂട്ടിക്കൽ കാരണം ഇഞ്ചുറി ഒന്നും വലുതായിട്ട് ഏൽക്കാറില്ല. ഇനി സ്ക്ലീറോട്ടൈസ്ഡ് ബോഡി പാർട്സ്. സ്ക്ലീറോട്ടൈസ്ഡ് ബോഡി പാർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പൈൻസോ അല്ലെങ്കിൽ ഹോൺസോ പോലുള്ള ഒരു ബോഡി പാർട്സ് എനിമീസിന്റെ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ ഒരു ഇൻസെക്ട്സിനെ സഹായിക്കുന്നുണ്ട്. ഇനി റാപ്റ്റോറിയൽ ലെഗ്സ്. പ്രേയിങ് മാൻറ്റിസിന്റെ 4 ലെഗ്സ്, അതായത് മുന്നിലുള്ള 2 കാലുകളെയാണ് റാപ്റ്റോറിയൽ ലെഗ്സ് എന്ന് വിളിക്കുന്നത്. ഇപ്പം ഏതെങ്കിലും ഒരു എനിമി അറ്റാക്ക് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ അതിനെ ചെറുത്ത് നിൽക്കാനും അങ്ങോട്ട് ഏതെങ്കിലും പോയി അറ്റാക്ക് ചെയ്യാനും, പ്രേയിങ് മാൻറ്റിസ് ഒക്കെ പ്രെഡേറ്റേഴ്സ് ആണ്, അപ്പൊ അങ്ങോട്ട് പോയി അറ്റാക്ക് ചെയ്യാനും ഒക്കെ റാപ്റ്റോറിയൽ ലെഗ്സ് സഹായിക്കും. ഇനി സ്പൈൻസിന്റെ ഫംഗ്ഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു. ടഫ് ആൻഡ് വിങ്സിന്റെ കാര്യവും ഞാൻ പറഞ്ഞു, പ്രൊട്ടക്ഷൻ ആണ്. ഇനി ഹെയർസ് എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഹെയറി കാറ്റർപില്ലേഴ്സ് പോലുള്ള ഇൻസെക്ട്സിനെ എടുക്കുകയാണെങ്കിൽ നമ്മൾ അതിന്റെ പുറത്ത് കെമിക്കൽ അടിച്ചാൽ പോലും അതിന്റെ ഒറിജിനൽ ബോഡിയിലേക്ക് ഈ ഒരു കെമിക്കൽ എത്തിച്ചേരില്ല. അത് കാരണം തന്നെ അതിന് ആ ഒരു കെമിക്കൽ കൊണ്ടുള്ള ഒരു എഫക്റ്റ് ഉണ്ടാവില്ല. എന്തുകൊണ്ട് എത്തിച്ചേരില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിന്റെ ബോഡിക്ക് ചുറ്റും ടഫ്റ്റ്സ് ഓഫ് ഹെയർ, അതായത് ഒരുപാട് ഹെയർസ് ഉള്ളത് കാരണം ഈ കെമിക്കൽസ് ഒന്നും ഇതിന്റെ ഒറിജിനൽ ബോഡിയിലേക്ക് എത്തുന്നില്ല. ഇനി കെമിക്കൽ ഡിഫൻസ്. 2 ടൈപ്പാണ് കെമിക്കൽ ഡിഫൻസ് ഉള്ളത്, വെനം അല്ലെങ്കിൽ ഓഡറസ് കെമിക്കൽസ്. വെനം ബീസ്, തേനീച്ചകളും കടന്തലും പോലുള്ള ജീവികൾ നമ്മൾ അതിനെ ഡിസ്റ്റർബ് ചെയ്യാൻ പോകുമ്പോൾ നമുക്കൊരു കുത്തു വെച്ച് തരും. അത് ശരിക്കും ഒരു വെനം നമ്മുടെ ബോഡിയിലേക്ക് ഇൻജെക്ട് ചെയ്യാണ് ചെയ്യുന്നത്. അതാണ് വെനം. ഇനി ഓഡറസ് കെമിക്കൽസ്. ഇപ്പൊ എന്തെങ്കിലും ഒരു അഡ്വേഴ്സ് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു എനിമി അറ്റാക്കിന്റെ ആ ഒരു സിറ്റുവേഷനിൽ ചില ഇൻസെക്ട്സ് ഒരു സ്മെല്ല് പുറപ്പെടുവിക്കും, അല്ലെങ്കിൽ ആ ഒരു സ്മെല്ല് ഉണ്ടാക്കുന്ന കുറച്ച് കെമിക്കൽസ് സെക്രീറ്റ് ചെയ്യും. സ്റ്റിംഗ് ബങ്സ് പോലെയുള്ള ഇൻസെക്ട്സ് ആ ഒരു സ്മെല്ല് കാരണം ഇതിന്റെ എനിമീസ് ഇതിന്റെ അടുത്തേക്ക് വരാറില്ല. ഇനി പോയ്സൺ ഗ്ലാൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ടോക്സിൻസ് എല്ലാം റിലീസ് ചെയ്യുന്ന ഗ്ലാൻസ് ആണ് പോയ്സൺ ഗ്ലാൻസ്. ഈ ഒരു കെമിക്കൽസ് ചിലപ്പം ബോഡിക്ക് അകത്ത് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നതാകാം. ഈ ബീസും വാസ്പും ഒക്കെ പോലുള്ള ജീവികൾ അങ്ങനെയാണ്. ഇനി ഒബ്റ്റെയിൻ ഫ്രം ഫുഡ് പ്ലാന്റ്സ്. ഇപ്പൊ ഇത് കഴിക്കുന്ന ഫുഡിന്റെ ഈ കെമിക്കൽസ് ഉണ്ടാക്കാൻ പറ്റുന്ന ഫുഡ് ആയിരിക്കുമല്ലോ ഇത് കഴിക്കുന്നത്. അപ്പൊ ഇത് കഴിക്കുന്ന ഫുഡിന്റെ ഒരു പാർട്ട് ഇതിന്റെ തൊറാസിക് പൗച്ചിൽ സ്റ്റോർ ചെയ്യും. എന്നിട്ട് ഏതെങ്കിലും ഒരു എനിമി അറ്റാക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അഡ്വേഴ്സ് സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഓസ്മെറ്റോറിയ എന്ന് പറഞ്ഞ് അതായത് ബോഡി ക്യാവിറ്റിയിൽ നിന്ന് പുറത്തെടുത്തിടാൻ പറ്റുന്ന ഒരു ഓർഗൻ ആണ് ഓസ്മെറ്റോറിയ. ഈ ഒരു ഓസ്മെറ്റോറിയ പ്രൊട്രൂസിബിൾ ഗ്ലാൻഡ് ഓർഗൻ എന്നൊക്കെ പറയാം. അപ്പൊ ഈ ഒരു ഓർഗൻ വഴി ഈ ഒരു കെമിക്കൽസ് പുറത്തേക്ക് സെക്രീറ്റ് ചെയ്യാണ് ചെയ്യുക. അപ്പൊ ഇതൊക്കെയായിരുന്നു കെമിക്കൽ ഡിഫൻസ്. ഇനി കളറേഷണൽ ഡിഫൻസ്. 4 ടൈപ്പ് ഉണ്ട്: ക്രിപ്റ്റിക് കളറേഷൻ, റിവീലിംഗ് കളറേഷൻ, വാർണിംഗ് കളറേഷൻ ആൻഡ് മിമിക്രി. ക്രിപ്റ്റിക് കളറേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ ഇല്ല, അതാണ് ക്രിപ്റ്റിക് കളറേഷൻ. ഹോമോക്രോമസം, ഹോമോമോർഫിസം ആൻഡ് ഹോമോടൈപ്പിസം ഉണ്ട് ഇതിൽ. ഹോമോക്രോമസം എന്ന് പറയുമ്പോൾ ക്രോം എന്ന് പറയുമ്പോൾ കളർ, ഹോമോ എന്ന് പറയുമ്പോൾ സിമിലർ. സെയിം കളർ ആയിരിക്കും അല്ലെങ്കിൽ സിമിലർ കളർ ആയിരിക്കും. ഇപ്പൊ മാൻഡറ്റ്സോ അല്ലെങ്കിൽ ഗ്രീൻ കളറിലുള്ള ഗ്രാസ് ഹോപ്പേഴ്സോ ഒക്കെ ചില ലീവ്സിന്റെ ഇടയിൽ ഇരുന്നാൽ നമുക്ക് അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അതാണ് ഹോമോക്രോമസം. ഇനി ഹോമോമോർഫിസം, ഷേപ്പ് സിമിലർ ആയിരിക്കും. കൗബക്സ് ഒക്കെ പോലുള്ള ഇൻസെക്ട്സിന്റെ കാര്യമാണത്. ഇനി ഹോമോടൈപ്പിസം, കളറും ഷേപ്പും സിമിലർ ആയിരിക്കും. ഇപ്പൊ സ്റ്റിക്ക് ഇൻസെക്ട്സ് ഒക്കെ ഉണങ്ങിയ പുല്ലിന്റെ ഇടയിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഐഡന്റിഫൈ ചെയ്യുന്ന കാര്യം ഇത്തിരി പാടായിരിക്കും. അത് അതിന്റെ കളറും അതുപോലെ തന്നെയാണ്, അതിന്റെ ഷേപ്പും കമ്പ് പോലെയാണ്. അപ്പോൾ നമുക്കതിനെ ഐഡന്റിഫൈ ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. ഇനി റിവീലിംഗ് കളറേഷൻ, അതായത് ഇത് റിവീൽ ചെയ്യാണ്, ഇതിന്റെ ഐഡന്റിറ്റി റിവീൽ ചെയ്യാണ്. ഓക്കെ, ഞാൻ ഡേഞ്ചറസ് ആണ്, എന്നെ അറ്റാക്ക് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യം പോയി. അങ്ങനെ റിവീൽ ചെയ്യുന്നത് കൊണ്ടാണ് റിവീലിംഗ് കളറേഷൻ എന്ന് പറയുന്നത്. ഈ വാർണിംഗ് കളറേഷൻ, അപ്പൊ ഓൾറെഡി വാർണിംഗ് കൊടുക്കുകയാണ്, ഓക്കെ എന്നെ തിന്നാൻ വന്നിട്ട് കാര്യമില്ല, എനിക്ക് വലിയ ടേസ്റ്റ് ഒന്നും ഇല്ല എന്ന്. ഇനി മിമിക്രി, ഐ ആം സമ്മൺ എൽസ്, അതായത് ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല, ഞാൻ വേറെ ആരോ ആണ്. അതിൽ തന്നെ മിമിക്രിയിൽ തന്നെ 2 ടൈപ്പ് മിമിക്രി ഉണ്ട്: ബെറ്റീഷ്യൻ മിമിക്രി ആൻഡ് മുള്ളേറിയൻ മിമിക്രി. ഈ മിമിക്രിയിലേക്ക് പോകുന്നതിന് മുന്നേ മിമിക്കും മോഡലും എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണം. ഓക്കെ, സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മുടെ ലാലേട്ടനെ സുരാജ് വെഞ്ഞാറമൂട് ഇമിറ്റേറ്റ് ചെയ്യാണ് അല്ലെങ്കിൽ മിമിക്രി കാണിക്കുകയാണ്. അപ്പൊ ലാലേട്ടനാണ് മോഡൽ, സുരാജാണ്
മിമിക്. അപ്പോൾ മിമിക് മോഡൽ എന്താണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ മിമിക് ബെറ്റീഷ്യൻ മിമിക്രിയിൽ മിമിക് ഹാംലെസ് ആണ്. അതായത് മിമിക്കിനെ കൊണ്ട് ശല്യമൊന്നുമില്ല, അത് ആരും ഒന്നും ചെയ്യത്തില്ല. മോഡൽ ഹാംഫുൾ ആണ്. ഓക്കെ, എന്തെങ്കിലും എനിമി അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ ആ മോഡൽ തിരിച്ച് അറ്റാക്ക് ചെയ്യും. അപ്പോൾ ഈ മിമിക് മോഡലാണെന്ന് ഇതിനെ കാണാൻ സിമിലർ ആയതുകൊണ്ട് മിമിക് മോഡലാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് പല എനിമീസും ഈ മിമിക്കിനെ എന്താണ് അറ്റാക്ക് ചെയ്യാറില്ല. എക്സാമ്പിൾ ഫ്ലൈ മിമിക്കിംഗ് വാസ്പ്. വാസ്പിനെ എന്താണ് നമ്മൾ ആരും ഉപദ്രവിക്കാൻ പോകാറില്ല, കാരണം നമുക്കറിയാം കുത്ത് കിട്ടും. അപ്പൊ ചില ഫ്ലൈസിനെ കണ്ടാൽ വാസ്പിനെ പോലെ ഇരിക്കും. അപ്പൊ നമ്മൾ വിചാരിക്കും ഓക്കെ ഇത് വാസ്പാണ്, ഇതിനെ ശല്യം ചെയ്യാൻ ചെന്ന് കഴിഞ്ഞാൽ കുത്ത് കിട്ടും. അപ്പോൾ ആ പ്രത്യേകതരം ഫ്ലൈസിനെ നമ്മളൊന്നും ചെയ്യാൻ നിൽക്കാറില്ല. ഇനി മുള്ളേറിയൻ മിമിക്രി. മിമിക്കും മോഡലും ഹാംഫുൾ ആണ്. അപ്പൊ ഇവര് തമ്മിൽ ആളുകൾ എനിമി ഇവര് തമ്മിൽ എനിമീസിന് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും. ഇത് മിമിക്കാണോ മോഡലാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാകും. രണ്ടുപേരെ തിന്നാലും പ്രശ്നമാണ്. അപ്പൊ രണ്ടുപേരെയും തിന്നാതെ വിടാറാണ് പതിവ്. അപ്പൊ ഡോണസ് ബട്ടർഫ്ലൈയും മൊണാർക്ക് ബട്ടർഫ്ലൈയും ആണ് എക്സാമ്പിൾസ് വരുന്നത്. അപ്പൊ ഇത്രയൊക്കെയാണ് ഇൻസെക്ട് ഡോമിനൻസ് എന്നുള്ളൊരു മൊഡ്യൂളിൽ വരുന്നത്. ഇനി നമുക്ക് അടുത്ത മൊഡ്യൂളിലേക്ക് പോകാം. ഇൻസെക്ട് മോർഫോളജി. അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന പാർട്ടാണ്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ അഗ്രികൾച്ചറിൽ ഫസ്റ്റ് ഇയറിലൊക്കെ തന്നെ പഠിക്കുന്ന സംഭവമാണ്. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് ഡയറക്റ്റ് പോവാം. ദ ഡിഫറൻഷിയേഷൻ ഓഫ് ദ ഇൻസെക്ട് ബോഡി ഇൻ ടു ഫങ്ഷണലി സ്പെഷ്യലൈസ്ഡ് റീജിയൻസ് ഇസ് ടെക്നിക്കലി ടേംഡ് എസ്. അപ്പൊ ചോദിച്ചിരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസെക്ട് ബോഡീനെ ഫങ്ഷന്റെ അടിസ്ഥാനത്തിൽ സ്പെഷ്യലൈസ്ഡ് റീജിയൻസ്, ഓരോരോ റീജിയൻസ് ആയിട്ട് എന്താ വേർതിരിക്കുന്ന ആ ഒരു പ്രോസസ്സിന്റെ പേരെന്താണെന്നാണ്. അപ്പൊ ടാഗ്മോസിസ് ആണ് ആൻസർ. ഓരോ സെഗ്മെന്റിനെയും അല്ലെങ്കിൽ ഓരോ സ്പെഷ്യലൈസ്ഡ് റീജിയൻസിനെയും നമ്മൾ ടാഗ്മ എന്ന് വിളിക്കും. ഇൻസെക്ട്സിലുള്ള 3 ടാഗ്മയാണ്. ഒന്ന് ഹെഡ്, തൊറാക്സ്, അബ്ഡമൻ. ഇനി സെഗ്മെന്റേഷൻ എന്താണ്? സെഗ്മെന്റേഷൻ എന്ന് പറയുമ്പോൾ റിപ്പീറ്റഡ് സെഗ്മെന്റ്സ് ആയിട്ട് ഒരു ആനിമൽ അല്ലെങ്കിൽ ഒരു ഓർഗാനിസത്തിന്റെ ബോഡീനെ ഡിവൈഡ് ചെയ്യുന്നതിനാണ് സെഗ്മെന്റേഷൻ എന്ന് വിളിക്കുന്നത്. ഇനി മെറ്റാമറിസം എന്താണ്? റിപ്പീറ്റഡ് ആയിട്ടുള്ള സെഗ്മെന്റ്സ് ആവർത്തിക്കുന്നതിനാണ്. അപ്പോൾ ഇന്റേണൽ അനാട്ടമിയും അതിന്റെ പുറത്തുള്ള മോർഫോളജിയും ഓരോ സെഗ്മെന്റിന്റെയും സെയിം ആയിരിക്കും. ഇപ്പൊ നമ്മൾ ടാഗ്മോസിസ് നോക്കുകയാണെങ്കിൽ ഓരോ സെഗ്മെന്റും കാണാൻ വ്യത്യാസമായിരിക്കും, പക്ഷെ മെറ്റാമറിസത്തിലെ എല്ലാ സെഗ്മെന്റും ഒരേപോലെ തന്നെ ഇരിക്കും. ഈ ലാസ്റ്റ് ഓപ്ഷൻ ബ്ലാസ്റ്റോജെനസിസ്. ബ്ലാസ്റ്റോജെനസിസ് എന്ന് പറഞ്ഞാൽ എംബ്രിയോജെനസിസിലെ ഒരു ലാസ്റ്റ് ഒക്കെ വരുന്ന ഒരു എന്താണ് പ്രോസസ്സാണ് ബ്ലാസ്റ്റോജെനസിസ്. അതായത് എംബ്രിയോയിൽ നിന്ന് ഓരോരോ ഓർഗൻസ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്, അതായത് എംബ്രിയോയിൽ നിന്ന് ഓരോ ഓർഗൻ ഉണ്ടായി വരുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ബ്ലാസ്റ്റോജെനസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ എ ആണ്, ടാഗ്മോസിസ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ ഹാർഡഡ് ഇന്റർഗ്യുമെന്ററി പ്ലേറ്റ് സറൗണ്ടഡ് ബൈ മെംബ്രേനിയസ് ഏരിയ ഇസ് നോൺ എസ്. അപ്പോൾ ഓരോ ടാഗ്മയിലും അല്ലെങ്കിൽ ഹെഡ്, തൊറാക്സ്, അബ്ഡമൻ ഓരോ സ്പെഷ്യലൈസ്ഡ് റീജിയൻസും ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു ഗ്രൂപ്പ് ഓഫ് ഇന്റർഗ്യുമെന്ററി പ്ലേറ്റ്സിനെ കൊണ്ടായിരിക്കും. അപ്പോൾ ഹെഡിന് ഒരുപാട് ഒരു 7 ഇന്റർഗ്യുമെന്ററി പ്ലേറ്റ്സ് ഉണ്ട്. അത് ജോയിൻ ചെയ്തിട്ടാണ് എന്താണ് ഹെഡ് ഉണ്ടാകുന്നത്. തൊറാക്സ് അതുപോലെ തന്നെ അബ്ഡമനും അതുപോലെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഇന്റർഗ്യുമെന്ററി പ്ലേറ്റിനെ എന്താണ് വിളിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. സ്ക്ലീറൈറ്റ് ആണ്. ഇത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്, അറിയാവുന്ന വിചാരിക്കുന്നു. അപ്പൊ ബാക്കിയുള്ള ഓപ്ഷൻസ് എന്താണെന്നും കൂടി നോക്കാം. അപ്പോഡിയം. ഇപ്പം ഈ ഒരു ബോഡി വാളില്ലേ, ഇൻസെക്ട്സിന്റെ ബോഡി വാള് ചില സ്ഥലങ്ങളിൽ അകത്തേക്ക് ഒന്ന് ചുരുങ്ങുന്നുണ്ട്. ഇൻവേർഡ് ഫോൾഡിംഗ് എന്നൊക്കെ പറയാൻ പറ്റും. ഇൻവേർഡ് ഫോൾഡിംഗ് ഓഫ് ദ ബോഡി വാൾ അല്ലെങ്കിൽ ഇൻവേർഡ് ഇൻവാജിനേഷൻ ഓഫ് ദ ബോഡി വാൾ എന്നൊക്കെ പറയാൻ പറ്റും. അപ്പോൾ അത് 2 ടൈപ്പ് ഉണ്ട്, അപ്പോഡീമും അപ്പോഫൈസിസും. ഇത് തമ്മിലുള്ള വ്യത്യാസം, അപ്പോഡീം എന്ന് പറയുമ്പോൾ ഹോളോ ആണ്, അതായത് പൊള്ളയാണ്. അപ്പോഫൈസിസ് എന്ന് പറയുമ്പോൾ സോളിഡ് ആണ് അല്ലെങ്കിൽ റിഡ്ജ് പോലെ ഇരിക്കുന്നതാണ്. ഇതാണ് അപ്പോഡീം അല്ലെങ്കിൽ അപ്പോഫൈസിസ്. സ്യൂച്ചർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഇന്റർഗ്യുമെന്ററി പ്ലേറ്റിനെ ജോയിൻ ചെയ്യുമ്പോൾ ആ ഒരു ജോയിനിങ് ലൈനെയാണ് ഫ്യൂച്ചർ എന്ന് വിളിക്കുക. ഈ സെഗ്മെന്റ് എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ സി ആണ്, സ്ക്ലീറൈറ്റ്. What represents the line of fusion between 2 distinct sclerites in the insect head capsule? അപ്പോൾ ഇൻസെക്ട്സിന്റെ ഹെഡില്
ഈ ഒരു രണ്ട് സ്ക്ലീറൈറ്റ് ജോയിൻ ചെയ്യുന്ന ലൈൻ ഓഫ് ഫ്യൂഷൻ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. നമ്മളിപ്പോൾ പറഞ്ഞേ ഉള്ളൂ സ്യൂച്ചർ ആണ്. അപ്പോൾ സ്യൂച്ചറും സൽക്കസും പലർക്കും കൺഫ്യൂഷൻ വരുന്ന ഒരു സംഭവമാണ്. പല ടെക്സ്റ്റ് ബുക്കുകളിലും എന്താണ് ഇത് ഇന്റർചേഞ്ചബിളി യൂസും ചെയ്യുന്നുണ്ട്. സ്യൂച്ചറിന്റെ സ്ഥാനത്ത് സൽക്കസ് എന്നും സൽക്കസിന്റെ സ്ഥാനത്ത് സ്യൂച്ചർ എന്നും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈക്വൽ ആണ് എന്ന് തന്നെ പല ടെക്സ്റ്റ് ബുക്സും പറയുന്നുണ്ട്. പക്ഷെ ഇതിന് തമ്മിൽ വ്യത്യാസമുണ്ട്. സ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ട് സ്ക്ലിയറായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ ആ ഒരു ജോയിനിങ് ലൈൻ അല്ലെങ്കിൽ ലൈൻ ഓഫ് ഫ്യൂഷനെയാണ് സ്യൂച്ചർ എന്ന് പറയുന്നത്. ഇനി സൽക്കസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് രണ്ട് സെഗ്മെന്റ് ആയിരുന്നു, രണ്ട് ഡിഫറെന്റ് സെഗ്മെന്റ് അല്ലെങ്കിൽ രണ്ട് ഡിഫറെന്റ് സ്ക്ലീറൈറ്റ്സ് ആയിരുന്നു. ഭാവിയിൽ അത് ജോയിൻ ചെയ്ത് ഒന്നായി ഒരു സ്ക്ലീറൈറ്റ് ആയി. ഒന്നായെങ്കിലും പക്ഷെ ആ ഒരു ജോയിൻ ചെയ്ത സ്ഥലത്ത് ഒരു കുഴിവ് അല്ലെങ്കിൽ ഒരു ഡിപ്രഷൻ ഉണ്ടാകും. ആ ഒരു ഡിപ്രഷനെയാണ് സൽക്കസ് എന്ന് വിളിക്കുന്നത്. ഇനി ഫ്യൂച്ചർ എന്താണ് ഫ്യൂഷനെ മാർക്ക് ചെയ്യുക അല്ലെങ്കിൽ ഫ്യൂഷനെ നമുക്ക് പുറമെ കാണാൻ പറ്റുന്ന സംഭവമാണ് ഫ്യൂച്ചർ. സൽക്കസ് നമുക്ക് എന്താണ് അങ്ങനെ കാണാൻ പറ്റത്തില്ല. ഫ്യൂച്ചർ എപ്പോഴും രണ്ട് സ്ക്ലെറൈറ്റ്സിനെ സെപ്പറേറ്റ് ചെയ്യും, പക്ഷെ സൽക്കസ് എപ്പോഴും ഒന്നും സെപ്പറേറ്റ് ചെയ്യില്ല. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് ഫ്യൂച്ചർ. ഇനി ഫൊറാമൻ എന്താണ്? ഈ ഒരു ഇൻസെക്റ്റിന്റെ ഹെഡിലേക്ക് തൊറാക്സിൽ നിന്ന് വരുന്ന ട്രക്കിയും അതുപോലെ തന്നെ എന്താണ് നെർവ്സ് ഒക്കെ എൻ്റർ ചെയ്യുന്ന ആ ഒരു ക്യാവിറ്റിനെയാണ് ഫൊറാമൻ എന്ന് പറയുന്നത്. ഇനി എക്ഡൈസിയൽ ലൈൻ എന്ന് പറഞ്ഞാൽ എക്ഡൈസിസ് നടക്കുന്ന സമയത്ത് പഴയ ക്യൂട്ടിക്കിൾ സ്പ്ലിറ്റ് ചെയ്യുന്നത് ഈ ഒരു ലൈൻ വഴിയാണ്. അതാണ് എക്ഡൈസിയൽ ലൈൻ. ഇതിനെ എപ്പിക്രാനിയൽ സ്യൂച്ചർ എന്നും വിളിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Which of the following structures is a true suture of the insect head? ഇൻസെക്റ്റിൽ ഹെഡിലെ ട്രൂ സ്യൂച്ചർ ഏതാണെന്നാണ് ആൻസർ. പോസ്റ്റ് ഒസിപെറ്റൽ സ്യൂച്ചർ ആണ്. അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പൊ എപ്പിക്രാനിയൽ സ്യൂച്ചർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന സ്യൂച്ചർ ഇതാണ് എപ്പിക്രാനിയൽ സ്യൂച്ചർ അല്ലെങ്കിൽ എക്ഡൈസിയൽ ലൈൻ എന്ന് പറയും. അപ്പോൾ ഈ വരയില്ലേ, ഇതിനെ നമ്മൾ കൊറോണൽ സ്യൂച്ചർ എന്ന് വിളിക്കും. ഈ രണ്ട് ആംസിനെ ഫ്രണ്ടൽ സ്യൂച്ചർ എന്ന് വിളിക്കും. അപ്പൊ കൊറോണൽ സ്യൂച്ചർ എന്താന്ന് മനസ്സിലായല്ലോ. അപ്പൊ ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. പോസ്റ്റ് ഒസിപെറ്റൽ സ്യൂച്ചർ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. The angle formed between the costal and apical margins of the insect wing. അപ്പൊ നമുക്ക് ഇൻസെക്ട് വിങ്ങിനെ ഒന്ന് നോക്കാം. ഇതാണ് ഇൻസെക്ട് വിങ്ങിന്റെ ഒരു പൊതുവായ സ്ട്രക്ചർ. അപ്പൊ ഇതിന്റെ മേളത്തെ ഈ ഒരു ഏരിയ, ഈ മേളത്തെ മാർജിനെ കോസ്റ്റൽ മാർജിൻ എന്നും സൈഡിലുള്ള അല്ലെങ്കിൽ ലാറ്ററൽ ആയിട്ടുള്ള മാർജിൻസിനെ എപ്പിക്കൽ മാർജിൻസ് എന്നും താഴത്തെ മാർജിനെ ഏനൽ മാർജിൻ എന്നുമാണ് വിളിക്കുന്നത്. ഈ ഒരു കോസ്റ്റൽ മാർജിനും എപ്പിക്കൽ മാർജിനും രണ്ട് ലൈനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് ലൈനും കൂടി ചേരുന്ന ഇടത്ത് ഫോം ചെയ്യുന്ന ആംഗിൾ ആണ് എപ്പിക്കൽ ആംഗിൾ. അതുപോലെ തന്നെ എപ്പിക്കൽ മാർജിനും ഏനൽ മാർജിനും ഇടയിൽ വരുന്ന ആംഗിൾ ആണ് ഏനൽ ആംഗിൾ. ഇത് ഓർത്തിരിക്കാൻ എളുപ്പമുള്ള കാര്യം, താഴെ ഏത് മാർജിനാണോ വരുന്നത് ആ മാർജിന്റെ പേരിലായിരിക്കും ആ ഒരു ആംഗിൾ വരുന്നത്. കണ്ടില്ലേ, കോസ്റ്റലും എപ്പിക്കലും വരുമ്പോൾ എപ്പിക്കൽ ആംഗിൾ, എപ്പിക്കലും ഏനൽ മാർജിനും വരുമ്പോൾ ഏനൽ ആംഗിൾ. ഇനി ഹ്യൂമറൽ ആംഗിൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഇൻസെക്ട് വിങ് ബോഡി ക്യാവിറ്റിയിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന സ്ഥലത്ത് ബോഡി ക്യാവിറ്റിയും വിങ്ങുമായിട്ട് ഉണ്ടാകുന്ന ആംഗിൾ ആണ് ഹ്യൂമറൽ ആംഗിൾ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു പോകും. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് കോസ്റ്റൽ മാർജിനും എപ്പിക്കൽ മാർജിനും തമ്മിലുള്ള ആംഗിൾ ഏതാണെന്ന്. അപ്പൊ എപ്പിക്കൽ മാർജിൻ ആണ് താഴെ വരുന്നത്. അപ്പൊ എപ്പിക്കൽ ആംഗിൾ ആണ് ആൻസർ. രണ്ടാമത്തെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇനി in insects the cervix anatomically connects the അപ്പൊ ഹെഡ് ആൻഡ് അബ്ഡമൻ, ഹെഡിനെയും അബ്ഡമനെയും കണക്ട് ചെയ്യുന്നത് എന്താണ്? തൊറാക്സ് ആണ്. ഇനി ഹെഡ് ആൻഡ് പ്രോതൊറാക്സ്, പ്രോതൊറാക്സ് എന്ന് പറയുമ്പോൾ തൊറാക്സിന്റെ ഫസ്റ്റ് പാർട്ട്, ഇതാണ് ആൻസർ. അപ്പോൾ ഹെഡിനെ പ്രോതൊറാക്സിലേക്ക് കണക്ട് ചെയ്യുന്ന ആ ഒരു നെക്ക് പോലുള്ള റീജിയനെയാണ് സെർവിക്സ് എന്ന് വിളിക്കുന്നത്. ഇനി പ്രോതൊറാക്സ് ആൻഡ് മീസോതൊറാക്സ് ആൻഡ് മെറ്റാതൊറാക്സ് എല്ലാം തൊറാക്സിലെ തന്നെ പാർട്സ് ആണ്. അപ്പോൾ ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇനി വിച്ച് അബ്ഡോമിനൽ സെഗ്മെന്റ് ഇസ് primitively incorporated into the thorax in Hymenoptera forming the propodium. അപ്പോൾ ഹൈമനോപ്റ്ററയുടെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഹൈമനോപ്റ്ററ ബാക്കിയുള്ള ഇൻസെക്ട്സ് പോലെയല്ല. ഹൈമനോപ്റ്ററയ്ക്ക് അബ്ഡമനിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്, അത് നമുക്ക് നോക്കാം. അപ്പോൾ
ഹൈമനോപ്റ്ററയുടെ ഫസ്റ്റ് അബ്ഡോമിനൽ സെഗ്മെന്റ്, ആ ഒരു സെഗ്മെന്റ് മെറ്റാതൊറാക്സുമായിട്ട് ഫ്യൂസ് ചെയ്ത് പ്രൊപ്പോഡിയം എന്നുള്ള ഒരു സെഗ്മെന്റ് ആയിട്ട് മാറും. അപ്പോൾ പ്രൊപ്പോഡിയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് അബ്ഡോമിനൽ സെഗ്മെന്റ് എന്നും പറയാം, അല്ലെങ്കിൽ എന്താണ് ഇത് മെറ്റാതൊറാക്സുമായിട്ട് ഫസ്റ്റ് അബ്ഡോമിനൽ സെഗ്മെന്റ് ഫ്യൂസ് ചെയ്ത പാർട്ടുമാണെന്നും പറയാം. അപ്പോൾ പ്രൊപ്പോഡിയത്തിന് ശേഷം അതായത് പ്രൊപ്പോഡിയവും ബാക്കിയുള്ള അബ്ഡമനുമായിട്ട് കണക്ട് ചെയ്യുന്ന പാർട്ട് അതാണ് പെഡിസൽ. അപ്പൊ സെക്കൻഡ് അബ്ഡോമിനൽ സെഗ്മെന്റിനെയാണ് നമ്മൾ പെഡിസൽ എന്ന് പറയുന്നത്. ശരിക്കും ഹൈമനോപ്റ്ററയിൽ തൊറാക്സിനെയും അബ്ഡമനെയും കണക്ട് ചെയ്യുന്ന പാർട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെഡിസൽ ആണ്. കാരണം പ്രൊപ്പോഡിയം അല്ലെങ്കിൽ ഫസ്റ്റ് അബ്ഡോമിനൽ സെഗ്മെന്റ് മെറ്റാതൊറാക്സുമായിട്ട് ഫ്യൂസ് ചെയ്തിരിക്കുകയാണ്. ഇനി പെഡിസലിന് ശേഷം ബാക്കിയുള്ള അബ്ഡമനെ ഗ്യാസ്റ്റർ അല്ലെങ്കിൽ മെറ്റാസോമ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഹൈമനോപ്റ്ററയിലുള്ളത് അബ്ഡോമിനൽ സെഗ്മെന്റ്സ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് അബ്ഡോമിനൽ സെഗ്മെന്റ് മെറ്റാതൊറാക്സുമായിട്ട് ഫ്യൂസ് ചെയ്ത് പ്രൊപ്പോഡിയമായി. രണ്ടാമത്തെ സെഗ്മെന്റിന്റെ പേരാണ് പെഡിസൽ. അതാണ് ശരിക്കും തൊറാക്സും അബ്ഡമനും തമ്മിൽ കണക്ട് ചെയ്യുന്ന പാർട്ട്. പെഡിസൽ കഴിഞ്ഞിട്ടുള്ള ബാക്കി അബ്ഡമന്റെ എല്ലാ സെഗ്മെന്റ്സിനെയും കൂടി ചേർത്തിട്ട് നമ്മൾ ഗ്യാസ്റ്റർ അല്ലെങ്കിൽ മെറ്റാസോമ എന്ന് പറയും. അപ്പൊ നമുക്കിനി ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു പോവാം. അപ്പൊ ചോദിച്ചിരിക്കുന്നത് എന്താണ്, വിച്ച് അബ്ഡോമിനൽ സെഗ്മെന്റ് is primitively incorporated into the thorax in Hymenoptera forming the propodium. അപ്പൊ പ്രൊപ്പോഡിയം ആവുന്നത് ഏത് അബ്ഡോമിനൽ സെഗ്മെന്റ് ആണ്? ഫസ്റ്റ് അബ്ഡോമിനൽ സെഗ്മെന്റ് ആണ്. അപ്പൊ സെക്കൻഡ് അബ്ഡോമിനൽ സെഗ്മെന്റിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? പെഡിസൽ. തേർഡും പിന്നെ ബാക്കി അങ്ങോട്ടുള്ളതിനെല്ലാം ഗ്യാസ്റ്റർ എന്ന് വിളിക്കും. ഇപ്പോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, പ്രൊപ്പോഡിയം ആയത് ഏത് സെഗ്മെന്റ് ആണ്? അബ്ഡോമൻ എന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ പ്രൊപ്പോഡിയം ആയത് ഏത് സെഗ്മെന്റ് ആണെന്ന് ചോദിക്കുകയാണ്. ഫസ്റ്റ് അബ്ഡോമിനൽ സെഗ്മെന്റ് എന്ന ഓപ്ഷൻ ഇല്ല, പക്ഷെ മെറ്റാതൊറാക്സ് എന്ന ഓപ്ഷൻ ഉണ്ട് എങ്കിൽ മെറ്റാതൊറാക്സ് ആയിരിക്കും ആൻസർ. ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ഹുക്ക് ലൈക്ക് സ്ട്രക്ചേഴ്സ് പ്രസന്റ് അറ്റ് ദ ടിപ്സ് ഓഫ് അബ്ഡോമിനൽ പ്രോലെക്സ് ഓഫ് ലെപ്ഡോപ്റ്റൻ ലാർവേ ആർ നോൺ എസ്. പ്രോലെക്സ് എന്താണെന്ന് അറിയാമല്ലോ. തൊറാസിക് പ്രോലെക്സും ഉണ്ടാവാറുണ്ട്, അബ്ഡോമിനൽ പ്രോലെക്സും ഉണ്ടാവാറുണ്ട്. പൊതുവെ ഇത് കാണുന്ന ലെപ്ഡോപ്റ്റൻ ലാർവയിലൊക്കെയാണ് പൊതുവെ കാണാറുള്ളത്. അപ്പോൾ ഇത് എന്താണ്, ഈ അബ്ഡോമിനൽ പ്രോലെക്സിന്റെ അറ്റത്തുള്ള ഹുക്ക് പോലെ ഇരിക്കുന്ന സ്ട്രക്ചേഴ്സ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ആണ് ആൻസർ, ക്രോഷറ്റ്സ് ആണ്. ഇനി നമുക്ക് ബാക്കി ഈ ക്ലാസ്പേഴ്സ് എന്താണ്? അബ്ഡോമിനൽ പ്രോലെക്സിനെ വിളിക്കുന്ന പേരാണ് ക്ലാസ്പേഴ്സ്. തൊറാസിക് പ്രോലെക്സ് വേറെ, അബ്ഡോമിനൽ പ്രോലെക്സ് വേറെ. അപ്പൊ അബ്ഡോമിനൽ പ്രോലെക്സിനെ വിളിക്കുന്ന പേരാണ് ക്ലാസ്പേഴ്സ്. ഈ സീറ്റ എന്താണ്? സീറ്റ നമ്മുടെ എന്താണ് ഇൻസെക്റ്റിന്റെ സ്കെലിറ്റൻ, എക്സോസ്കെലിറ്റനിൽ നിന്ന് വരുന്ന പാർട്സിനെയാണ് സീറ്റ എന്ന് വിളിക്കുന്നത്. ഹെയർ പോലെയൊക്കെ ഇരിക്കുന്ന അല്ലെങ്കിൽ ബ്രിസിൽ പോലെ ഇരിക്കുന്ന പാർട്സ് ആണിത്. ക്യൂട്ടിക്കുലാർ ഇൻവാജിനേഷൻസ് എന്നൊക്കെ പറയാൻ പറ്റും. സ്പൈൻസും അത് തന്നെയാണ്. സീറ്റ മൂവ് ചെയ്യാൻ പറ്റും, സ്പൈൻസ് മൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ക്രോഷറ്റ്സ് ആണ്. Which type of head orientation has mouth parts directed forward along the horizontal axis of the body? അപ്പൊ നമുക്ക് ഈ ഓറിയന്റേഷൻസ് ഒന്ന് നോക്കാം. നമ്മൾ നോക്കുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഹൊറിസോണ്ടൽ ആക്സിസുമായി, ബോഡിയുടെ ഈ ഒരു ഹൊറിസോണ്ടൽ ആക്സിസുമായിട്ട് നോക്കുമ്പോൾ മൗത്ത് പാർട്സ് എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ പൊതുവെ നോക്കുന്ന കാര്യം. അപ്പോൾ ഇതാണ് ഹൊറിസോണ്ടൽ ആക്സിസ്. ഈ ഒരു ഹൊറിസോണ്ടൽ ആക്സിസ് കമ്പയർ ചെയ്യുമ്പോൾ ബോഡിയുടെ ആക്സിസ് ആണ് ഹൊറിസോണ്ടൽ ആക്സിസ്. ഈ ഒരു ഹൊറിസോണ്ടൽ ആക്സിസ് കമ്പയർ ചെയ്യുമ്പോൾ മൗത്ത് പാർട്സ് എങ്ങോട്ടേക്കാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് അടിസ്ഥാനത്തിലാണ് ഈ ഒരു ഓറിയന്റേഷൻസ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഹൈപ്പോഗ്നാത്തസ് ആവുമ്പോൾ നിങ്ങൾക്ക് കാണാം മൗത്ത് പാർട്സ് എങ്ങോട്ടേക്കാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്? താഴേക്കാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഇടയ്ക്ക് ഒരു 90 ഡിഗ്രി അടുപ്പിച്ചൊരു ആംഗിൾ വരാറുണ്ട്. അപ്പോൾ എന്താണ്, ഹൊറിസോണ്ടൽ ആക്സിസ് കമ്പയർ ചെയ്യുമ്പോൾ മൗത്ത് പാർട്സ് 90 ഡിഗ്രിയിലാണ്, അല്ലെങ്കിൽ മൗത്ത് പാർട്സ് താഴേക്കാണ് ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. അതാണ് ഹൈപ്പോഗ്നാത്തസ്. ഇനി പ്രോഗ്നാത്തസ് നോക്കുക, ഇത് ഹൊറിസോണ്ടൽ ആക്സിസ്, പക്ഷെ മൗത്ത് പാർട്സ് എങ്ങോട്ടാണ് ഡയറക്റ്റ് ചെയ്തേക്കുന്നത്? മുന്നോട്ട് അല്ലെങ്കിൽ ഫോർവേഡ്ലി ഡയറക്റ്റഡ് ആണ്. അപ്പോൾ ഈ രണ്ട് ആക്സിസും, മൗത്ത് പാർട്സിന്റെ ആക്സിസും ബോഡിയുടെ ആക്സിസും ഇൻ ലൈൻ ആണ്. ഇതിൽ മൗത്ത് പാർട്സിന്റെ ആക്സിസും ബോഡിയുടെ ആക്സിസും എന്താണ്, റൈറ്റ് ആംഗിൾസ് ആണ്, അല്ലെങ്കിൽ ഒരു ആംഗിൾ ഫോം ചെയ്യുന്നുണ്ട്. ഇനി ഒപ്പിസ്റ്റോറിങ്കസ് അല്ലെങ്കിൽ മെറ്റാഗ്നാത്തസ് എന്നും പറയും. അപ്പോൾ ഇതിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ ആക്സിസ് ഉണ്ട്, പക്ഷെ മൗത്ത് പാർട്സ് പുറകിലോട്ട് ലെഗ്സിന്റെ ഇടയിലേക്കായിരിക്കും ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടാവുക. ഇതാണ് ഒപ്പിസ്റ്റോറിങ്കസ്. അപ്പൊ നമുക്കിനി ക്വസ്റ്റ്യനിലോട്ട് പോവാം.
ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ടൈപ്പ് ഓഫ് ഹെഡ് ഓറിയന്റേഷൻ ഹാസ് മൗത്ത് പാർട്സ് ഡയറക്റ്റഡ് ഫോർവേഡ് അലോങ് ദ ഹൊറിസോണ്ടൽ ആക്സിസ് ഓഫ് ദ ബോഡി? അപ്പോൾ മൗത്ത് പാർട്സ് ഫോർവേഡ്ലി ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത് ഏതിലാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആൻസർ ഏതാണ്? പ്രോഗ്നാത്തസ് ആണ്. ഹൈപ്പോഗ്നാത്തസ് ആവുമ്പോൾ ഒരു ആംഗിൾ വരും, ഒരു 90 ഡിഗ്രി ആംഗിൾ വരും. ഒപ്പിസ്റ്റോഗ്നാത്തസ് അല്ലെങ്കിൽ മെറ്റാഗ്നാത്തസ് ആവുമ്പോൾ പുറകിലോട്ട് മൗത്ത് പാർട്സ് പുറകിലേക്കായിരിക്കും ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, പ്രോഗ്നാത്തസ്. ഇനി question number 10. Piercing and sucking mouthparts in hemiptera are characterized by the presence of രണ്ട് ടൈപ്പ് ഓഫ് പിയേഴ്സിംഗ് ആൻഡ് സക്കിംഗ് മൗത്ത് പാർട്സ് വരും. ഒന്ന് ഹെമീപ്റ്ററസ് ടൈപ്പും ഒന്ന് മൊസ്കിറ്റോ ടൈപ്പും ആയിരിക്കും. ഹെമീപ്റ്ററ അല്ലെങ്കിൽ ബഗിന്റെ ടൈപ്പ് എങ്ങനെയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ഒന്നാമത്തെ ഓപ്ഷൻ മാൻഡിബിൾസ് ആൻഡ് മാക്സിലെ മോഡിഫൈഡ് ഇൻറ്റു സ്റ്റൈലറ്റ്സ് അല്ലേ? 4 സ്റ്റൈലറ്റ്സ് ആണ്, അത് മാൻഡിബിൾസും മാക്സിലെയും തന്നെയാണ് മോഡിഫൈ ആയിട്ട് സ്റ്റൈലറ്റ്സ് ആകുന്നത്. ഇനി ഗാലിയ ഫോമിംഗ് പ്രൊബോസിസ്, അത് ഹെമിപ്റ്ററസിൽ വരുന്നതാണോ? പ്രൊബോസിസ് എന്തായാലും പിയേഴ്സിംഗ് ആൻഡ് സക്കിംഗ് മൗത്ത് പാർട്സിൽ വരുന്ന ഒരു ഓർഗൻ അല്ല. പക്ഷെ ഇങ്ങനെ വരുന്നത് ഏത് ടൈപ്പ് ഓഫ് മൗത്ത് പാർട്സിലാണ് അല്ലെങ്കിൽ ഏത് ഓർഗാനിസത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൈഫണിങ് ടൈപ്പ് ഓഫ് മൗത്ത് പാർട്സ് അഥവാ നമ്മുടെ മോത്സിലും ബട്ടർഫ്ലൈസിലും ഒക്കെ വരുന്ന ഒരു ടൈപ്പ് ഓഫ് മൗത്ത് പാർട്സിലാണ് ഈ ഗാലിയ പ്രൊബോസിസ് ആകുന്നത്. ഇനി ലെസീനിയ മോഡിഫൈഡ് ആസ് റാസ്പിംഗ് ഓർഗൻ. റാസ്പിംഗ് ഓർഗൻ എന്ന് കേൾക്കുമ്പോഴേ നമുക്കറിയാം ഏത് ടൈപ്പ് ഓഫ് മൗത്ത് പാർട്സ് ആണ്. റാസ്പിംഗ് ആൻഡ് സക്കിംഗ് ടൈപ്പ് ഓഫ് മൗത്ത് പാർട്സ് ആണ്. അഥവാ അത് ത്രിപ്സിൽ കാണപ്പെടുന്ന ഒരു ടൈപ്പ് ഓഫ് മൗത്ത് പാർട്സ് ആണ്. അപ്പൊ അതും തെറ്റാണ്. ലാബ്രം ഫോമിംഗ് ഫുഡ് കനാൽ. അപ്പൊ ലാബ്രം എപ്പിഫാരിങ്സ് ആണ് ഫുഡ് കനാൽ ഫോം ചെയ്യുന്നത്. പക്ഷെ അത് ഹെമിപ്റ്ററസ് ടൈപ്പിൽ കാണാറില്ല, മൊസ്കിറ്റോസിലൊക്കെയാണ് അത് കാണുന്നത്. ലാബ്രം എപ്പിഫാരിങ്സ് ഫുഡ് കനാലും ആകുന്നുണ്ട്, ഹൈപ്പോഫാരിങ്സ് സലൈവറി കനാലും ആകുന്നുണ്ട്. പോരാത്തതിന് സ്പോഞ്ചിങ് ടൈപ്പിലും ഹൗസ് ഫ്ലൈ ഒക്കെ പോലുള്ള സ്പോഞ്ചിങ് ടൈപ്പ് മൗത്ത് പാർട്സ് ഉള്ള ഇൻസെക്ട്സിലും ലാബ്രം എപ്പിഫാരിങ്സ് ഫുഡ് കനാലും ഹൈപ്പോഫാരിങ്സ് സലൈവറി കനാലും ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. അതായത് മാൻഡിബിൾസ് ആൻഡ് മാക്സിലെ മോഡിഫൈഡ് ഇൻറ്റു സ്റ്റൈലറ്റ്സ്. ഇനി ദ ഫുഡ് കനാൽ ഇൻ പിയേഴ്സിംഗ് ആൻഡ് സക്കിംഗ് മൗത്ത് പാർട്സ് ഓഫ് മൊസ്കിറ്റോ ഇസ് ഫോംഡ് ബൈ ദ ഇന്റർലോക്കിംഗ് ഓഫ് മാൻഡിബിൾസ്. മാൻഡിബിൾസ് അല്ല, മാക്സിലറി സ്റ്റൈലറ്റ്സ്. മാക്സിലറി സ്റ്റൈലറ്റ്സും അല്ല. അപ്പൊ മാൻഡിബിൾസും മാക്സിലറി സ്റ്റൈലറ്റ്സും ഒക്കെ എന്താകുകയാണ്? 6 സ്റ്റൈലറ്റ് ഉണ്ട്, അതിൽ 2 മാൻഡിബിൾസും 2 മാക്സിലയും ഉണ്ടാകാറുണ്ട്. ലേബ്രം എപ്പിഫാരിങ്സും ഹൈപ്പോഫാരിങ്സും ചേർന്നിട്ടാണ് ഈ ഒരു 6 സ്റ്റൈലറ്റ്സ് ഉണ്ടാക്കുന്നത്. അപ്പൊ ലേബ്രവും എപ്പിഫാരിങ്സും ചേർന്നിട്ടാണ് അതിന്റെ ഫുഡ് കനാൽ ഉണ്ടാകുന്നത്. ഹൈപ്പോഫാരിങ്സ് ചേർന്നിട്ടാണ് ഹൈപ്പോഫാരിങ്സ് ആണ് അതിന്റെ സലൈവറി കനാൽ ആകുന്നത്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആണ്, ലേബ്രം ആൻഡ് എപ്പിഫാരിങ്സ്. വിച്ച് ആന്റിനൽ സെഗ്മെന്റ് ബേസ് ദ ജോൺസ്റ്റൺസ് ഓർഗൻ. അപ്പോൾ ഇതൊക്കെയാണ് ആന്റിനയുടെ സെഗ്മെന്റ്സ്. ഈ ഓരോ സെഗ്മെന്റിനെയും നമ്മൾ അനുലൈ അല്ലെങ്കിൽ ഫ്ലജെല്ലം ഫ്ലജെല്ലോമിയർ എന്ന് വിളിക്കും. അപ്പൊ സ്കേപ്പ്, പെഡിസൽ, ഫ്ലജെല്ലം ഇതൊക്കെയാണ് ആന്റിനയിൽ പൊതുവായിട്ട് കണ്ടുവരുന്ന ഫ്ലജെല്ലോമിയേഴ്സ് അല്ലെങ്കിൽ അനുലൈ. അപ്പൊ ഇതിൽ ജോൺസ്റ്റൺസ് ഓർഗൻ എന്താണ്? ഇതൊരു കോഡറ്റോണൽ ഓർഗൻ അല്ലെങ്കിൽ മെക്കാനോസെൻസറി ഓർഗൻ എന്നൊക്കെ വിളിക്കാം. അതായത് വൈബ്രേഷൻസ് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് റിസപ്റ്റേഴ്സ് ആണ് ജോൺസ്റ്റൺസ് ഓർഗൻ. ഇത് ഏത് ആന്റിനൽ സെഗ്മെന്റിൽ അല്ലെങ്കിൽ ഏത് അനുലയിലാണ് കാണുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ നമുക്ക് നോക്കാം. സ്കേപ്പ്, പെഡിസൽ, ഫ്ലജെല്ലം, അരിസ്റ്റ. അപ്പൊ ഇതിൽ ഏതിലാണ് കാണുന്നത്? പെഡിസലിലാണ് കാണുന്നത്. ഇത് ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ ബേസൽ സെഗ്മെന്റ് ഓഫ് ദ ആന്റനി ഇസ് ടേംഡ് എസ്. ബേസൽ അതായത് ബോഡി ക്യാവിറ്റിയും അല്ലെങ്കിൽ ഹെഡ് ക്യാപ്സ്യൂളുമായിട്ട് കണക്ട് ചെയ്യുന്ന പാർട്ട് ഏത് എന്നാണ്. അപ്പൊ ഫിഗറിൽ നിന്ന് തന്നെ മനസ്സിലാവും, സ്കേപ്പ് ആണ്. ഇനി നമ്മൾ ഇതിന്റെ ഒരു നമുക്ക് ഓരോരോ സെഗ്മെന്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു ബേസൽ സെഗ്മെന്റ് സ്കേപ്പ് ആണ്. സ്കേപ്പ് ഹെഡ് ക്യാപ്സ്യൂളുമായിട്ട് കണക്ട് ചെയ്യുന്ന ഭാഗം ഒരു മെംബ്രേനിയസ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്, അതിനെ ആന്റിനിഫർ എന്ന് വിളിക്കും. രണ്ടാമത്തത് ഷോർട്ട് ആയിട്ടുള്ള ഒരു സെഗ്മെന്റ് ആണ് പെഡിസൽ. ഇനി ലാസ്റ്റ് ബാക്കിയുള്ളതിനെ ചേർത്ത് ബാക്കിയുള്ള ഫ്ലജെല്ലോമിയേഴ്സ് അല്ലെങ്കിൽ അനുലൈനെ മൊത്തത്തിൽ ചേർത്ത് ഫ്ലജെല്ലം അല്ലെങ്കിൽ ക്ലാവോള എന്ന് വിളിക്കും. അപ്പൊ ഇതൊക്കെയാണ് ഇൻസെക്റ്റിന്റെ ആന്റനി. ഇൻസെക്ട് വിത്തൗട്ട് ആന്റനി. അപ്പൊ ആന്റനി ഇല്ലാത്ത ഇൻസെക്ട് ഏതാണെന്നാണ്. തൈസന്യൂറയ്ക്കെല്ലാം ആന്റനി ഉണ്ട്. ഡിപ്റ്ററയ്ക്ക് ഉറപ്പായിട്ടും ആന്റനി ഉണ്ട്. പ്രൊട്യൂറയ്ക്ക് ആന്റനി ഉണ്ടോ? പ്രൊട്യൂറയ്ക്കാണ് ആന്റനി ഇല്ലാത്ത. ഡിപ്ലോറയ്ക്കും ആന്റനി ഉണ്ട്.
അപ്പോൾ ഈ ഒരു തൈസന്യൂറ ഡിപ്ലൂറ പോലുള്ള ഓർഗാനിസത്തിൽ ഇൻഡിവിജ്വൽ ഫ്ലജല്ലോമിയസിനും അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സെഗ്മെന്റ്സിന് മസിൽസ് ഉണ്ടാവാറുണ്ട്. ഇനി അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, പ്രൊട്യൂറ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 15. വിച്ച് ആന്റനൽ ടൈപ്പ് ഇസ് ക്യാരക്ടറിസ്റ്റിക്കലി എൽബോ ഷേപ്ഡ് വിത്ത് എ ലോങ് സ്കേപ്പ്? അപ്പൊ ഏതൊക്കെ ടൈപ്പ് ആന്റനയാണ് അതിനെ അത് എങ്ങനെ ഇരിക്കും കാണാൻ, അതിനൊക്കെ ഉള്ള എക്സാമ്പിൾസ് പഠിച്ചു വെക്കുന്നത് നന്നായിരിക്കും. അപ്പൊ എൽബോ ഷേപ്ഡ് ഉള്ള ആന്റന ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. എൽബോ ഷേപ്ഡ് ഉള്ള ആന്റന എന്ന് പറയുമ്പോൾ ഈ ഒരു സ്കേപ്പ് അത്യാവശ്യം നീളമുള്ളതായിരിക്കും. സ്കേപ്പ് നീളമുള്ളതായിട്ട് ബാക്കിയുള്ള സെഗ്മെന്റ്സ് എല്ലാം ചെറുതാണ്. പോരാത്തതിന് ഈ ഒരു സെഗ്മെന്റ്സ് സ്കേപ്പിൽ കണക്ട് ചെയ്തിട്ടുള്ളത് ഒരു എന്താണ് ഒരു ആംഗിളിലാണ്. അതായത് ഈ ബാക്കിയുള്ള സെഗ്മെന്റ്സ് ഇങ്ങനെ ഒരു ആംഗിളിൽ കണക്ട് ചെയ്തിരിക്കുന്ന കാരണം ഇതിന്റെ ഇടയിൽ ഒരു എൽബോ പോലുള്ള ഒരു ആംഗിൾ വരുന്നുണ്ട്. സ്കേപ്പും ബാക്കിയുള്ള സെഗ്മെന്റ്സും ആയിട്ടാണ് ഈ ഒരു ആംഗിൾ വരുന്നത്. അപ്പൊ ഇത് കാണുമ്പോൾ നമ്മുടെ എൽബോ പോലെയൊക്കെ ഇരിക്കും. അത് ഏത് ടൈപ്പിലാണ് വരുന്നതെന്നാണ് ചോദിക്കുന്നത്. ആ ഒരു ടൈപ്പിനെ നമ്മൾ ജെനിക്കുലേറ്റ് അല്ലെങ്കിൽ എൽബോഡ് ആ ഒരു ടൈപ്പിനെ നമ്മൾ ജെനിക്കുലേറ്റ് അല്ലെങ്കിൽ എൽബോഡ് ആന്റന എന്ന് വിളിക്കും. അപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് തന്നെയാണ് ക്വസ്റ്റ്യൻ. എൽബോ ഷേപ്ഡ് ആന്റന എന്താണ് എന്താണ് വിളിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജെനിക്കുലേറ്റ് ആണ്. ഇനി ഫിലിഫോം എന്താണ്? ഫിലിഫോം ത്രെഡ് ലൈക്ക് ആന്റനയാണ്. പ്ലൂമോസ് എന്ന് പറയുമ്പോൾ ഫെദറി ടൈപ്പ് ആന്റനയാണ്. പ്ലൂമോസ് മെയിൽ മൊസ്കിറ്റോയിലാണ് കാണുന്നത്. ഇനി വേറൊരു ടൈപ്പ് ഉണ്ട് പൈലോസ്, അത് ഹെയറി ആയിട്ടാണ് ഇരിക്കുന്നത്, അത് ഫീമെയിൽ മൊസ്കിറ്റോയിൽ കാണും. ഇനി സെറേറ്റ് ആന്റന എന്ന് പറഞ്ഞാൽ സോ ലൈക്ക്, സോ എന്താണെന്ന് അറിയാലോ, അതുപോലെ ഇരിക്കും കാണാൻ. ഇത് ലെമല്ലിക്കോൺ ബീറ്റിൽസിലൊക്കെ ആണ് കാണാറ്. അപ്പൊ ഇതൊക്കെയാണ് ടൈപ്സ് ഓഫ് ആന്റന. ഞാൻ ഇവിടെ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്, ആന്റനയുടെ ടൈപ്സ് ഏതൊക്കെയാണ്, അതിനെന്തൊക്കെയാണ്, എന്താണ് വിളിക്കുന്നത്, എക്സാമ്പിൾസ് ഏതൊക്കെയാണ് എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ ലെമല്ലിക്കോൺ എന്നാണ് പറഞ്ഞത്, അതല്ല ലോങ്ങിക്കോൺ ബീറ്റിൽസിലാണ് സോലൈക്ക് ആന്റന കാണുന്നത്. ലെമല്ലേറ്റ് എന്ന് പറഞ്ഞ ലീഫ് പോലെ ഇരിക്കുന്ന വേറൊരു ടൈപ്പ് ആന്റനയുണ്ട്, അത് ലെമല്ലിക്കോൺ. ലെമല്ലേറ്റ്. അപ്പൊ മനസ്സിലായല്ലോ. സെറേറ്റ് ആന്റന കാണുന്ന ലോങ്ങിക്കോൺ ബീറ്റിൽസിലാണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ ബേസൽ സെഗ്മെന്റ് ഓഫ് ദ ഇൻസെക്ട് ലെഗ് ദാറ്റ് ആർട്ടിക്കുലേറ്റ്സ് ഡയറക്ട്ലി വിത്ത് ദ തൊറാക്സ്. അപ്പോൾ തൊറാക്സിലേക്ക് ലെഗിനെ അറ്റാച്ച് ചെയ്യുന്ന ആ ഒരു പാർട്ട് ഏതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഫിഗറിൽ നിന്ന് തന്നെ മനസ്സിലാവും കോക്സയാണ്. ഈ ഒരു ഫിഗറിൽ നമുക്ക് കാണാൻ പറ്റും ഇൻസെക്റ്റിന്റെ ലെഗിന്റെ സെഗ്മെന്റ്സ്. കോക്സ എന്ന് പറയുമ്പോൾ ഇൻസെക്റ്റിന്റെ ബോഡിയിലേക്ക് ലെഗിനെ കണക്ട് ചെയ്യുന്ന ബേസൽ സെഗ്മെന്റ് ആണ് കോക്സ. ട്രൊക്കാൻഡർ ഒരു സെഗ്മെന്റ് ആണ് പൊതുവെ കാണാറ്, പക്ഷെ ഡ്രാഗൺ ഫ്ലൈ പോലുള്ള ഓർഗാൻസിൽ ഇത് രണ്ട് സെഗ്മെന്റ് ആയിട്ട് കാണും. ഈ ഒരു രണ്ടാമത്തെ സെഗ്മെന്റിനെ ട്രൊക്കാൻഡലസ് എന്ന് വിളിക്കും. ഇനി ഫെമർ, ഏറ്റവും ലോങ്സ്റ്റും സ്ട്രോങ്സ്റ്റും സ്റ്റൗട്ടസ്റ്റും ഒക്കെ ആയിട്ടുള്ള സെഗ്മെന്റ് ആണ് ഫെമർ. അത് കഴിഞ്ഞ് ടിബിയ, ടാർസസ്, പ്രീ ടാർസസ്, ഇതൊക്കെയാണ് ഇൻസെക്റ്റിന്റെ ലെഗിന്റെ സെഗ്മെന്റ്സ് അല്ലെങ്കിൽ പാർട്സ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 17. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഓർഗാനിസംസ് ബിലോങ്ങിങ് ടു ഓർഡർ തൈസനോപ്റ്ററ? തൈസനോപ്റ്ററയിൽ വരുന്ന ഓർഗാനിസംസ് ഏതാണ്? ത്രിപ്സ് ആണ് തൈസനോപ്റ്ററയിൽ വരുന്നത്. നമുക്ക് ഒന്നൊന്നായിട്ട് നോക്കാം. ചൂയിങ് ആൻഡ് ബൈറ്റിംഗ് മൗത്ത് പാർട്സ് അല്ല. റാസ്പിംഗ് ആൻഡ് സക്കിംഗ് അല്ലെങ്കിൽ ലാസറേറ്റിംഗ് ആൻഡ് സക്കിംഗ് മൗത്ത് പാർട്സ് ആണ് തൈസനോപ്റ്ററയിൽ വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ തെറ്റാണ്, സെക്കൻഡ് ഓപ്ഷൻ കറക്റ്റ് ആണ്. ഇനി വിങ്സ് വിത്ത് മാർജിനൽ ഫ്രിഞ്ചസ്, അറിയാലോ, ത്രിപ്സിനെ കണ്ടാൽ തന്നെ നമുക്കറിയാം അതിലൊരു എന്താണ് വിങ്സ് വളരെ നാരോ ആയിരിക്കും, മാർജിനൽ ഫ്രിഞ്ചസ് ഒക്കെ വരാറുണ്ട്. അപ്പൊ ആ ഒരു ഓപ്ഷനും കറക്റ്റ് ആണ്. ഇനി മെമ്പറേനിയസ് വിങ്സ് വിത്ത് ക്രോസ് വെയിൻസ്, അപ്പൊ വിങ്സ് മെമ്പറേനിയസ് ആണ് എന്ന് നമുക്ക് എപ്പോഴും പറയാൻ പറ്റില്ല. കാരണം തൈസനോപ്റ്ററയ്ക്ക് രണ്ട് സബ് ഓർഡേഴ്സ് ഉണ്ട്, ടെനിബ്രാൻഷിയും ട്യൂബിലിഫറയും. ടെനിബ്രാൻഷിയയിൽ ഈ ഒരു വീനേഷൻ ആബ്സെന്റ് ആണ്, ട്യൂബിലിഫറയിൽ വീനേഷൻ പ്രസന്റ് ആണ്. അപ്പൊ എല്ലാം എപ്പോഴും മെമ്പറേനിയസ് വിങ്സ് ആണ്, ക്രോസ് വെയിൻസ് ആണെന്നൊന്നും പറയാൻ പറ്റില്ല. ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തെ കാര്യം, ഈ വീനേഷൻ പ്രസന്റ് ആണെങ്കിലും വളരെ ലിമിറ്റഡ് വെയിൻസ് മാത്രമേ ഉണ്ടാവാറുള്ളൂ. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് സെക്കൻഡും തേർഡും
ഓപ്ഷൻസ് ആണ് കറക്റ്റ്. അതായത് ലാസറേറ്റിംഗ് ആൻഡ് സക്കിംഗ് ടൈപ്പ് ഓഫ് മൗത്ത് പാർട്സ് ആണ്. ഇതിൽ 3 സ്റ്റൈലറ്റ്സ് ആണ് ഉണ്ടാവാറ്. 2 മാക്സിലെയും ലെഫ്റ്റ് മാൻഡിബിളും വെച്ചിട്ട് ആണ് ഈ ഒരു 3 സ്റ്റൈലറ്റ്സ് ഉണ്ടാക്കിയിട്ടുള്ളത്. റൈറ്റ് മാൻഡിബിൾ ആബ്സെന്റ് ആണ്. അതുകൊണ്ട് തന്നെ അസിമെട്രിക്കൽ മൗത്ത് പാർട്സ് എന്നൊക്കെ തൈസനോപ്റ്ററ അല്ലെങ്കിൽ ത്രിപ്സിൽ പറയാറുണ്ട്. അപ്പൊ ഈ ഒരു 2ഉം 3ഉം വരുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. ഇത് നേരത്തെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇനി ക്വസ്റ്റ്യൻ 18. ചൂസ് ദ ഓപ്ഷൻ വിത്ത് ദ കറക്റ്റ് മാച്ച് ഓഫ് പെയർസ്. അപ്പൊ എന്താണ് ഈ പെയർസിൽ ഏതൊക്കെയാണ് കറക്റ്റ് എന്നുള്ളത് ആണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ഒന്നൊന്നായിട്ട് നോക്കി പോവാം. ഓപ്ഷൻ എ ഒസലസ് ഫീഡിങ്. ഒസലൈ എന്ന് പറയുന്നത് ഒരു ലൈറ്റ് സെൻസിറ്റീവ് ഓർഗൻ ആണ്. അത് ഫീഡിങ് അല്ല. അപ്പൊ അത് തെറ്റാണ്. സ്റ്റൈലറ്റ് വിഷൻ. സ്റ്റൈലറ്റ് എന്തിനാണ്? ഫീഡിങ്ങിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതിന്റെ ഓപ്ഷൻസ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കിടക്കുകയാണ്. എന്തായാലും ഈ ഒരു ഓപ്ഷൻ തെറ്റാണ്. ഇനി ഹോൾട്ടേഴ്സ് ബാലൻസിങ്. ഹോൾട്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഡിപ്റ്ററൻ ഇൻസെക്ട്സിൽ അതിന്റെ ഹൈൻഡ് വിങ് മോഡിഫൈ ചെയ്തിട്ട് നോബ് പോലുള്ള ഒരു സ്ട്രക്ചർ ഉണ്ടാകുന്നു. ആ ഒരു നോബ് പോലെ ഇരിക്കുന്ന സ്ട്രക്ചറിനെയാണ് ഹോൾട്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. അത് ഫ്ലൈറ്റിന്റെ സമയത്ത് ബാലൻസിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ഹോസ്റ്റലം ഫീഡിങ്. ഹോസ്റ്റലം എന്ന് പറയുമ്പോൾ സ്പോഞ്ചിങ് ടൈപ്പ് ഓഫ് മൗത്ത് പാർട്സിൽ ഉള്ള ഇൻസെക്ട്സ്, ഹൗസ് ഫ്ലൈ പോലുള്ള ഇൻസെക്ട്സിൽ പ്രൊബോസിന്റെ ഡിഫറൻഷിയേഷൻ ആണ്. പ്രൊബോസിസ് 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. എന്താണ് ബേസൽ റോസ്ട്രോം ഡിസ്റ്റൽ ഹോസ്റ്റലും. അപ്പം പ്രൊബോസിസ് എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഫീഡിങ്ങിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു സംഭവം കറക്റ്റ് ആണ്. ഇനി ഓപ്ഷൻ സി ഫീലേഴ്സ് സെൻസേഷൻ. ഫീലേഴ്സ് എന്ന് പറയുന്നത് ആന്റനേനെ പറയുന്ന പേരാണ്. അപ്പൊ സെൻസേഷൻ കറക്റ്റ് ആണ്. സ്പൈറക്കിൾസ് ലോക്കോമോഷൻ. സ്പൈറക്കിൾസ് എന്ന് പറയുന്നത് എന്താണ്? ഗ്യാസ് എക്സ്ചേഞ്ചിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ അത് തെറ്റാണ്. അപ്പൊ ആ ഒരു ഓപ്ഷനും തെറ്റാണ്. ഓപ്ഷൻ ഡി ഒമറ്റീരിയ റെസ്പിറേഷൻ. ഒമറ്റീരിയ എന്ന് പറയുന്നത് കോമ്പൗണ്ട് ആയിട്ട് ഇൻഡിവിജ്വൽ യൂണിറ്റ്സിനെ അല്ലെങ്കിൽ ഹെക്സഗണൽ ഫാസറ്റ്സിനെയൊക്കെയാണ് ഒമറ്റീരിയ എന്ന് പറയുന്നത്. അപ്പൊ അത് എന്താണ്? വിഷനാണ് സഹായിക്കുന്നത്. റെസ്പിറേഷൻ തെറ്റാണ്. ഓവിപ്പൊസിഷൻ പ്രൊട്ടക്ഷൻ അല്ലല്ലോ. ഓവിപ്പൊസിഷൻ എന്ന് കേൾക്കുമ്പോഴേ നമുക്കറിയാം. അപ്പൊ ഇതിൽ കറക്റ്റ് ആയിട്ട് വരുന്ന ഓപ്ഷൻ ബി ആണ്. ഹോൾട്ടേഴ്സ് ബാലൻസിങ്ങും ഹോസ്റ്റലും ഫീഡിങ്ങും. ഇനി വിച്ച് പാർട്ട് ഓഫ് ദ എക്സോസ്കെലറ്റൻ ലൈസ് ഇൻ ബിറ്റ്വീൻ സിമൻ ലെയർ ആൻഡ് ക്യൂട്ടിക്കലിൻ ലെയർ. അപ്പൊ ഈ ഞാൻ തന്നിട്ടുള്ള ഫിഗറിൽ നിന്ന് നമുക്ക് മനസ്സിലാവും എക്സോസ്കെലറ്റന്റെ പാർട്സ് ഏതൊക്കെയാണ് എന്നുള്ളത്. അപ്പോൾ ഏറ്റവും താഴെ ബേസൽ ലാമിനെ ഉണ്ടാവാറുണ്ട്. അതിന് തൊട്ട് മുകളിൽ എപ്പിഡേർമിസ്, അതിന് മേലില് എൻഡോക്യൂട്ടിക്കൽ, അതിന് മേലെ എക്സോക്യൂട്ടിക്കൽ. ഈ എൻഡോക്യൂട്ടിക്കലിനെയും എക്സോക്യൂട്ടിക്കലിനെയും നമ്മൾ ചേർത്ത് പറയുന്നത് പ്രോക്യൂട്ടിക്കൽ എന്നാണ്. ഇതിൽ കൈറ്റിൻ ആണ് മെയിൻ കമ്പോണന്റ്. ഇതിന്റെ ഇടയ്ക്ക് വേറൊരു ലെയർ വരാറുണ്ട്. മീസോക്യൂട്ടിക്കൽ എന്ന് പറഞ്ഞ വേറൊരു ലെയർ ഇതിന്റെ ഇടയ്ക്ക് വരാറുണ്ട്. ഹാർഡൻഡ് ആണ്, പക്ഷെ കംപ്ലീറ്റ് ആയിട്ട് ഡാർക്ക് ആകാത്ത ഈ ഒരു ലെയറിനെയാണ് മീസോക്യൂട്ടിക്കൽ എന്ന് പറയുന്നത്. എൻഡോക്യൂട്ടിക്കലില് എന്താണ് മെയിൻ ആയിട്ട് കാണുന്നത് കൈറ്റിനും ആർത്രോപോഡിനുമാണ്. ഇത് വളരെ സോഫ്റ്റും കളർലെസ്സും ഫ്ലെക്സിബിളും ആയിട്ടുള്ള ഒരു ലെയർ ആണ്. എക്സോക്യൂട്ടിക്കൽ ഔട്ടർ ലെയർ ആണ്. കൈറ്റിനും സ്ക്ലിറോട്ടിനുമാണ് അതിന്റെ കമ്പോണൻസ്. അത്യാവശ്യം നല്ല കളറൊക്കെയുള്ള അത്യാവശ്യം റിജിഡ് ആയിട്ടുള്ള ഒരു ലെയർ ആണ് എക്സോക്യൂട്ടിക്കൽ. ഇനി ഇതിന്റെ മേലെ വരുന്ന ലെയർ ആണ് എപ്പിക്യൂട്ടിക്കൽ, ഏറ്റവും പുറത്ത് വരുന്ന ലെയർ. ഇതിൽ 4 ലെയേഴ്സ് വേറെയുണ്ട്. അപ്പോൾ ഏറ്റവും മുകളിൽ നിന്ന്, അതായത് ഏറ്റവും ഔട്ടർ ലെയർ സിമൻ ലെയർ, അതിന്റെ താഴെ വാക്സ് ലെയർ, അതിന്റെ താഴെ പോളിഫിനോൾ ലെയർ, അതിന്റെ താഴെ ക്യൂട്ടിക്കലിൻ ലെയർ. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? സിമൻ ലെയറിന്റെയും ക്യൂട്ടിക്കലിൻ ലെയറിന്റെയും ഇടയിൽ വരുന്ന ലെയർ ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ 2 ലെയർ ഉണ്ട്. വാക്സ് ലെയറും പോളിഫിനോൾ ലെയറും ഉണ്ട്. അപ്പൊ നമ്മുടെ ഓപ്ഷൻസിൽ നമുക്ക് ആകെ വാക്സ് ലെയറേ ഉള്ളൂ. അപ്പം ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എൻഡോസ്കെലിറ്റൻ ഓഫ് ഹെഡ് ഫോംഡ് ബൈ ഇൻവാജിനേഷൻ ഓഫ് ബോഡി വാൾ ഇസ് നോൺ as. എൻഡോസ്കെലിറ്റൻ എന്താണെന്നാണ് ചോദിക്കുന്നത്. ഇൻസെക്ട്സിന്റെ എൻഡോസ്കെലിറ്റൻ ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ടെൻറ്റോറിയം ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ അപ്പോഡിയം എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. കുറെ അപ്പോഡിയംസ് ചേർന്നിട്ടാണ് ഇൻസെക്ട്, ഇപ്പൊ ഒരു ബോഡി വാളിന്റെ ഇൻവേർട്ട് ഫോൾഡിംഗ് ആണല്ലോ അപ്പോഡിയം. അപ്പോൾ ഹെഡിലെ ഇൻവേർട്ട് ഫോൾഡിങ്സ് എല്ലാം കൂടി ചേർന്നിട്ടാണ് ടെൻറ്റോറിയം ഫോം ചെയ്തിട്ടുള്ളത്. ഇനി ക്രാനിയം എന്താണ്? ക്രാനിയം എക്സോസ്കെലിറ്റൻ ആണ്. ക്രാനിയം എന്താ കോമ്പൗണ്ട് ഐസിനെയും ബ്രെയിനെയും ഓസെല്ലൈനെയും മൗത്ത് പാർട്സിനെയും ഒക്കെ എന്താണ് പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ് ക്രാനിയം. എക്സോസ്കെലിറ്റൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രാനിയം എന്നും എൻഡോസ്കെലിറ്റൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെൻറ്റോറിയം എന്നും വേണം എഴുതാൻ.
ഇനി വെർട്ടെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹെഡിൽ കാണുന്ന ഒരു സ്ക്ലീറൈറ്റ് മാത്രമാണ് വെർട്ടെക്സ്. അപ്പൊ ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി ആണ് ടെൻറ്റോറിയം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ഇൻകറക്റ്റ്? ഇതിൽ ഏതൊക്കെയാണ് തെറ്റ് എന്നാണ് ചോദിക്കുന്നത്. മാൻഡിബിൾസ് ഓഫ് ഹണി ബീസ് ആർ ബ്ലണ്ട്. അതെ, മാൻഡിബിൾസ് ബ്ലണ്ട് ആണ്. അതായത് ഇത് നമ്മൾ ബി വാക്സ് ഷേപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ പോളൻ ഷേപ്പ് ചെയ്യാനോ ഒക്കെ മാത്രമേ ഈ ഒരു മാൻഡിബിൾസ് യൂസ് ചെയ്യാറുള്ളൂ, കാരണം അത് ബ്ലണ്ട് ആണ്. ഇനി ഹൈപ്പോഫാരിങ്സ് ഇസ് മോഡിഫൈഡ് ആസ് സ്റ്റൈലറ്റ്സ് ആൻഡ് ഹെമിപ്റ്ററൻ ഇൻ ബക്സ്. നമ്മൾ നേരത്തെ പറഞ്ഞു പിയേഴ്സിംഗ് ആൻഡ് സക്കിംഗ് ടൈപ്പ്. ഹെമിപ്റ്ററസ് ടൈപ്പിൽ ഹൈപ്പോഫാരിങ്സ് ഒന്നും അല്ല, മാക്സിലെയും മാൻഡിബിൾസും ചേർന്നിട്ടാണ് സ്റ്റൈലറ്റ്സ് ഫോം ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ഓപ്ഷൻ തെറ്റാണ്. ലാസിനെ ഇസ് മോഡിഫൈഡ് ആസ് പ്രൊബോസിസ് ഇൻ ബട്ടർഫ്ലൈസ്. അപ്പൊ ബട്ടർഫ്ലൈസിൽ വരുന്ന ഏതാണ്? സ്പോഞ്ചിങ് ടൈപ്പ് ഓഫ് സൈഫണിങ് ടൈപ്പ് ഓഫ് മൗത്ത് പാർട്സ് ആണ്. അതില് ഗാലിയാണ് പ്രൊബോസിസ് ആയിട്ട് മാറുന്നത്, ലാസിനെ അല്ല. ഗാലി ആൻഡ് ലാസിനെ ആ പാർട്സ് ഓഫ് മാക്സിലെ, അത് കറക്റ്റ് ആണ്. ഗാലിയും ലാസിനെയും രണ്ട് ലോബ്സ് ആണ്, ഔട്ടറും ഇന്നർ ലോബ്സ് ആണ് മാക്സിലയുടെ. അപ്പൊ ആ ഒരു ഓപ്ഷൻ കറക്റ്റ് ആണ്. അപ്പൊ ഇതിലെ തെറ്റ് ഏതൊക്കെയാണ്? 2ഉം 3ഉമാണ് തെറ്റ്. അത് വരുന്ന ഓപ്ഷൻ ഏതാണോ? ഓപ്ഷൻ സി. only 2 and 3 ആർ ഇൻകറക്റ്റ്. ഇതിൽ ഇൻകറക്റ്റ് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഈ കഴിഞ്ഞ എയുടെ എക്സാമിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. ഇനി വിങ് ഫ്ലെക്സിയോൺ ഇസ് ആബ്സെന്റ് ഇൻ. വിങ് ഫ്ലെക്സിയോൺ അല്ലെങ്കിൽ വിങ് ഫ്ലെക്സിംഗ് മെക്കാനിസം ഇതിൽ ഏതിലാണ് ഇല്ലാത്തത് അല്ലെങ്കിൽ ആബ്സെന്റ് ആയിട്ടുള്ളത് ഏതിലാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് നമുക്ക് മനസ്സിലാക്കാൻ നമ്മൾ കുറച്ചൊക്കെ ടാക്സോണമി നോക്കണം. നമ്മൾ എപ്റ്ററിഗോട്ട എടുക്കുന്നില്ല, അതായത് വിംഗ്ലെസ് ഇൻസെക്ട്സിനെ എടുക്കുന്നില്ല, ടെറിഗോട്ട മാത്രം എടുക്കുകയാണെങ്കിൽ എക്സോടെറിഗോട്ടയും എൻഡോടെറിഗോട്ടയും ഉണ്ട്. എക്സോടെറിഗോട്ട എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. എന്നാലും ഞാൻ ചെറിയൊരു ബ്രീഫ് തരാം. എക്സോടെറിഗോട്ട എന്താണ്, എൻഡോടെറിഗോട്ട എന്താണെന്നൊക്കെ ഉള്ളത്. എക്സോടെറിഗോട്ടയില് വിങ് ഡെവലപ്മെന്റ് എക്സ്റ്റേണൽ ആയിരിക്കും, എൻഡോടെറിഗോട്ടയിൽ ഇന്റേണൽ ആയിരിക്കും. എക്സോടെറിഗോട്ടയുടെ മെയിൻ ആയിട്ടുള്ളൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇത് ഹെമി മെറ്റബോളസ് അല്ലെങ്കിൽ പോറോ മെറ്റബോളസ് ആയിരിക്കും. ഹെമി മെറ്റബോളസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ, ഇൻകംപ്ലീറ്റ് മെറ്റമോർഫോസിസ് ആയിരിക്കും. ഗ്രാജുവൽ ആണ് പോറോ മെറ്റബോള എന്ന് വിളിക്കുന്നത്. പക്ഷേ എൻഡോടെറിഗോട്ടയിൽ കംപ്ലീറ്റ് മെറ്റമോർഫോസിസ് ആയിരിക്കും. ഇനി ഇതിന് വരുന്ന ഇതിൽ എക്സോടെറിഗോട്ടയിൽ പാലിയോപ്റ്ററ, നിയോപ്റ്ററ എന്ന് പറഞ്ഞ് 2 സബ് ഗ്രൂപ്പ്സ് വരുന്നുണ്ട്. പാലിയോപ്റ്ററയിൽ വിങ് ഫ്ലെക്സിയോൺ ആബ്സെന്റ് ആണ്, പക്ഷെ നിയോപ്റ്ററയിൽ വിങ് ഫ്ലെക്സിയോൺ അല്ലെങ്കിൽ വിങ് ഫ്ലെക്സിംഗ് മെക്കാനിസം പ്രസന്റ് ആണ്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വിങ് ഫ്ലെക്സിയോൺ ആബ്സെന്റ് അല്ലെങ്കിൽ വിങ് ഫ്ലെക്സിംഗ് മെക്കാനിസം ആബ്സെന്റ് ഏതിലൊക്കെയാണെന്നാണ്. എഫിമെറോപ്റ്ററയിലും ഒഡോണേറ്റയിലും ആബ്സെന്റ് ആണ്. എഫിമെറോപ്റ്ററ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമല്ലോ, മെയ് ഫ്ലൈസ് ഒക്കെ വരുന്ന ആ ഒരു ഓർഡർ ആണ്. ഒഡോണേറ്റ എന്ന് പറയുമ്പോൾ ഡാംസൽ ഫ്ലൈ, ഡ്രാഗൺ ഫ്ലൈ ഒക്കെ വരുന്ന ഓർഡർ ആണ്. ഇനി നമ്മൾ ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ പോളിയോനിയോപ്റ്ററ ചൂയിങ് മൗത്ത് പാർട്സും പാരാനിയോപ്റ്ററയിൽ പിയേഴ്സിംഗ് ആൻഡ് സക്കിംഗ് മൗത്ത് പാർട്സ് അല്ലെങ്കിൽ റാസ്പിംഗ് ആൻഡ് സക്കിംഗ് മൗത്ത് പാർട്സ് ആയിരിക്കും വരുന്നത്. അതിൽ എക്സാമ്പിൾസ് നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ പോളിനിയോപ്റ്ററയിൽ നോക്കുകയാണെങ്കിൽ എന്താണ് എംബിയോപ്റ്ററ, പ്ലീക്കോപ്റ്ററ, ഡെർമാപ്റ്ററ, ഐസോപ്റ്ററ, ബ്ലറ്റോഡിയ, മെന്റോഡിയ എന്നൊക്കെ പറഞ്ഞാൽ മാൻഡറ്റ്സ് ആണ് വരുന്നത്. ബ്ലറ്റോഡിയ എന്ന് പറഞ്ഞാൽ കോക്രോച്ചസ് വരും. ഇപ്പൊ ഐസോപ്റ്ററയും ബ്ലറ്റോഡിയയിലേക്ക് തന്നെ ചേർത്തിട്ടുണ്ട്. അപ്പൊ ഇതിലൊക്കെ വരുന്നത് ചൂയിങ് മൗത്ത് പാർട്സ് ആയിരിക്കും. പാരാനിയോപ്റ്ററ, ഇപ്പൊ ഹെമിപ്റ്ററ, തൈസനോപ്റ്ററ, സോക്കോപ്റ്ററ, ഫ്റ്റെറാപ്റ്ററ, ഇതൊക്കെ എന്താണ് പിയേഴ്സിംഗ് ആൻഡ് സക്കിംഗ് അല്ലെങ്കിൽ റാസ്പിംഗ് ആൻഡ് സക്കിംഗ് മൗത്ത് പാർട്സ് ആയിരിക്കും. റാസ്പിംഗ് ആൻഡ് സക്കിംഗ് വരുന്ന ടൈസനോപ്റ്ററയിലായിരിക്കും. ഇനി ഒലിഗോനിയോപ്റ്ററ എന്താ മൊത്തം കംപ്ലീറ്റ് മെറ്റമോർഫോസിസ്, അതായത് 4 സ്റ്റേജസ്, എഗ്, ലാർവെ, പ്യൂപ്പെ ആൻഡ് അഡൽട്ട്, 4 സ്റ്റേജസ് വരുന്ന ലൈഫ് സൈക്കിൾ ഉള്ള ഓർഗാനിസംസ് ആയിരിക്കും ഒലിഗോനിയോപ്റ്ററയിൽ വരുന്നത്. ഇതിന് ചുവടെ കൊടുത്തിരിക്കുന്ന എല്ലാ ഓർഡേഴ്സിലും കംപ്ലീറ്റ് മെറ്റമോർഫോസിസ് ഉണ്ടാകാറുണ്ട്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു പോകാം. അപ്പൊ വിങ് ഫ്ലെക്സിയോൺ ഏതിലാണ് ആബ്സെന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എഫിമെറോപ്റ്ററയാണ്. എഫിമെറോപ്റ്ററ എന്ന ഓപ്ഷനിൽ ഇല്ലെങ്കിൽ ഓഡോണേറ്റ അല്ലെങ്കിൽ ഡ്രാഗൺ ഫ്ലൈ, ഡാംസൽ ഫ്ലൈ എന്നെന്തെങ്കിലും ഒക്കെ ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ അതും കറക്റ്റ് ആണ്. ഇത്രയൊക്കെയാണ് ഈ ഒരു മോർഫോളജിയിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസും വരാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നതുമായിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പൊ ഈ ഒരു ആൻസർ കീ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ സ്വന്തമായിട്ട് ഈ ഒരു
ക്വസ്റ്റ്യൻസ് എന്താ സ്വന്തമായിട്ട് ചെയ്ത് നോക്കി ഒരു ഇവാലുവേഷൻ ഒന്നുകൂടി നടത്തുന്നത് നല്ലതായിരിക്കും. നിങ്ങൾക്ക് അതിനൊരു നല്ല റിവിഷൻ ആകും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു സെഷനിലുള്ളത്. താങ്ക് യു. നമുക്ക് ഈ ഒരു സെഷൻ ക്ലോസ് ചെയ്യാം.